നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഒന്ന് ബോബോഡോൾ എക്സ്പെരിമെന്റ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. രണ്ടാമത് തന്നിരിക്കുന്നത് COVID-19 ആസ്പദമാക്കിയിട്ട് സ്റ്റേൺബർഗിന്റെയും അതേപോലെ തന്നെ ഗാർഡനറുടെയും തിയറി വെച്ചിട്ട് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കി എല്ലാ ഇന്റലിജൻസ് തിയറിയും ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് ഈ 2 തിയറിയും കൂടി ബേസ് ചെയ്തിട്ട് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുന്നു. ദെൻ നെക്സ്റ്റ് വൺ വന്നിട്ട് ഇന്റർവ്യൂ ആൻ ഓൾഡർ അഡൾട്ട് ആണ്. ഒരു പ്രായമായ വ്യക്തിയെ ഇന്റർവ്യൂ ചെയ്തിട്ട് അവര് എന്താ പറയാ ഫേസ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഏജിങ്ങുമായിട്ടുള്ള ആ പ്രോസസ്സിൽ ഫേസ് ചെയ്തിട്ടുള്ളതായ എല്ലാ കാര്യങ്ങളും ഇന്റർവ്യൂ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ അടുത്തത് വന്നിട്ട് ലോക്കസ് ഓഫ് കൺട്രോൾ ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. അത് സൈക്കോളജിക്കൽ ടെസ്റ്റ് ആണ്. അതേപോലെ ഒരു ടെസ്റ്റ് കൂടി ഉണ്ട്, കാറ്റൽസ് 16 PF 16 പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് പേഴ്സണാലിറ്റി ടെസ്റ്റ്. ദെൻ ഇനി ഒന്നുകൂടി ഉള്ളത് കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു, ഹാലോ എഫക്റ്റ് ആണ്. അതിന്റെ ഒരു വീഡിയോ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ വീഡിയോ നമ്മുടെ കയ്യിലില്ല. പകരം നമുക്കൊരു ആർട്ടിക്കിൾ തന്നിട്ട് അത് വായിച്ചിട്ട് അതിന്റെ റിപ്പോർട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയൊരു 6 എണ്ണമാണ് നമുക്ക് പ്രാക്ടിക്കൽ തന്നിരിക്കുന്നത്. ഓക്കെ, എനിക്ക് കേൾക്കുന്നില്ല. ജസ്റ്റ് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്താൽ ഉപകാരമായിരുന്നു. ഇത്രയും ദിവസം ഇങ്ങനെയൊരു പ്രോബ്ലം വന്നില്ല. എനിക്ക് അവിടെ നിന്ന് പറയുന്നതൊക്കെ ഇങ്ങോട്ട് തിരിച്ച് കേൾക്കാമായിരുന്നു. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതും അതിന് തൊട്ട് മുമ്പ് സൈക്കോളജിക്കൽ ടെസ്റ്റിങ്ങിന്റെയും ഇൻട്രൊഡക്ഷൻ ഞാനൊന്ന് പറഞ്ഞു പോകാം. എല്ലാവരും ക്ലാസ്സിൽ എത്തിയെന്ന് വിചാരിച്ചാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇല്ല, ഇനി ആരും വെയിറ്റിംഗിലുണ്ടോ നോക്കിയോ നിങ്ങള്? ഞാൻ നോക്കട്ടെ. എല്ലാരും ഉണ്ട്. ആരും വെയിറ്റിംഗില് വന്നിട്ടില്ല. 24 പാർട്ടിസിപ്പൻസിനെ കാണിക്കുന്നുണ്ട്. അതാണ് ഞാൻ നോക്കിയത്. ആരും ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് പോകാമേ. ഫസ്റ്റ് നമ്മള് സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്താണെന്നുള്ളത്. സൈക്കോളജിക്കൽ ടെസ്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ആരും മെസ്സേജ് വിട്ടിട്ടുണ്ട്, കേൾക്കാൻ പറ്റാതെ വരുന്നുണ്ടാവും. ഞാൻ ഏതായാലും എല്ലാം പറഞ്ഞു പോകും, എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകും കേട്ടോ. ഇടയ്ക്ക് എൻ്റെ ഇത് ഓഫ് ആയാല് നിങ്ങൾ ആ സമയത്ത് സംസാരിച്ചോ കേട്ടോ. ഞാൻ അപ്പൊ അടുത്ത മൊബൈലിൽ നിന്ന് കയറി. ഓക്കെ, സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടു മെഷർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹ്യൂമൻ ബീങ്സ് കണക്റ്റിംഗ് ടു ബിഹേവിയർ. ഹ്യൂമൻ ബീങ്ങിന്റെ ബിഹേവിയർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ടെസ്റ്റ് പാസ്റ്റ് അല്ലെങ്കിൽ കറണ്ട് ബിഹേവിയർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നു. അറ്റംപ്റ്റ് ടു പ്രെഡിക്റ്റ് ഫ്യൂച്ചർ ബിഹേവിയർ. മാഡം, ആരോ ഒരാള് അൺമ്യൂട്ട് ചെയ്ത് വെച്ചിട്ട് ഇത് ചെയ്യുന്നുണ്ട്. ആരാന്ന് മനസ്സിലാവണ്ട, ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ട്. സുബില പ്രവീൺ മ്യൂട്ട് ചെയ്തു മാഡം, മ്യൂട്ട് ചെയ്തു. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞത് സൈക്കോളജിക്കൽ ടെസ്റ്റ് ആണ്. സൈക്കോളജിക്കൽ ടെസ്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് മെഷർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹ്യൂമൻ ബീങ്സ് ദാറ്റ് കണക്റ്റിംഗ് ടു ബിഹേവിയർ. ഇനി ഈ സൈക്കോളജിക്കൽ ടെസ്റ്റ് തന്നെ മെഷർ പാസ്റ്റ് ആൻഡ് കറണ്ട് ബിഹേവിയർ. പാസ്റ്റ് ബിഹേവിയറും കറണ്ട് ബിഹേവിയറും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കുന്നു. ഇനി അറ്റംപ്റ്റ് ടു പ്രെഡിക്റ്റ് ഫ്യൂച്ചർ ബിഹേവിയർ. ഫ്യൂച്ചർ ബിഹേവിയർ പ്രെഡിക്റ്റ് ചെയ്യാനും നമ്മൾ ഇത് ഉപയോഗിക്കുന്നു. ഇനി നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൈക്കോളജിക്കൽ ടെസ്റ്റ്. നേച്ചർ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഏതൊരു സൈക്കോളജിക്കൽ ടെസ്റ്റ് എടുത്താലും അതിന് റിലയബിലിറ്റി ഉണ്ടായിരിക്കണം, വാലിഡിറ്റി ഉണ്ടായിരിക്കണം, ദെൻ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിരിക്കണം,
ഒബ്ജക്റ്റിവിറ്റി ഉണ്ടായിരിക്കണം, നോംസ് ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങള് ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റ് എടുക്കുമ്പോൾ അതിന് ഉണ്ടായിരിക്കണം. 5 കാര്യങ്ങളാണ് പറഞ്ഞത്. റിലയബിലിറ്റി, വാലിഡിറ്റി, then ഒബ്ജക്റ്റിവിറ്റി, സ്റ്റാൻഡേർഡൈസേഷൻ, നോംസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങള് ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റ് എടുക്കുമ്പോൾ ഉണ്ടായിരിക്കണം. ഇനി സൈക്കോളജിക്കൽ ടെസ്റ്റിനോടനുബന്ധിച്ച് തന്നെ എക്സ്പെരിമെന്റൽ ടെസ്റ്റുകളുമുണ്ട്. നമ്മൾ ചെയ്യുന്നതിൽ ഹാലോ എഫക്റ്റും അതേപോലെ ബോബോഡോളും എക്സ്പെരിമെന്റ് ആണ്. നമ്മളോട് വീഡിയോ കണ്ടിട്ട് അതിന്റെ ആൻസർ എഴുതാൻ പറഞ്ഞിരിക്കുന്നതാണ്. അപ്പൊ എക്സ്പെരിമെന്റൽ ടെസ്റ്റുകളുണ്ട്. എക്സ്പെരിമെന്റൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ സയന്റിഫിക് സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് കോഗ്നിറ്റീവ് പ്രോസസ് എന്നുള്ളതാണ്. അപ്പൊ സയന്റിഫിക് ആയിട്ട് സ്റ്റഡി നടത്തുകയാണ് അത് നമ്മള്. അപ്പൊ അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്പോർട്സ്, ഹെൽത്ത്, സോഷ്യൽ ബിഹേവിയർ, കോഗ്നിഷൻ പ്രോസസ്സ്, ഇതൊക്കെയാണ് നമ്മൾ അതിനകത്ത് സ്റ്റഡി നടത്തുന്നത്. ദെൻ 5 ബേസിക് ഗോൾസ് ഓഫ് സൈക്കോളജി, എക്സ്പെരിമെന്റൽ സൈക്കോളജിയുടേത്: ഡിസ്ക്രൈബ്, എക്സ്പ്ലെയിൻ, പ്രിഡിക്റ്റ്, കൺട്രോൾ ആൻഡ് ഇംപ്രൂവ് ബിഹേവിയർ. നിങ്ങൾ നേരത്തെ പഠിച്ചിരുന്നു. 1879 വില്യം മൂണ്ടാണ് ലെപ്സിംഗില് ആദ്യമായിട്ട് ഒരു സൈക്കോളജിക്കൽ ലാബ് തുടങ്ങിയിരുന്നത്. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ എക്സാം എഴുതിയ കുട്ടികളാണോ എക്സാം എഴുതാത്ത കുട്ടികളാണോ? ആരെങ്കിലും ഒരാൾ മറുപടി പറഞ്ഞു. എഴുതിയവരാണ്. ഓക്കെ, അപ്പൊ നിങ്ങളത് എങ്ങനെയാണേലും ജസ്റ്റ് ഒന്ന് വായിച്ചിട്ടുണ്ട്. സ്കൂൾസ് ഓഫ് സൈക്കോളജിയില് ഫസ്റ്റ് സ്ട്രക്ചറലിസവും ഫങ്ഷണലിസവും വരുന്ന സമയത്ത് വില്യം മൂണ്ടും വില്യം ജെയിംസും രണ്ടിടത്തുണ്ടായിരുന്നു ആ സമയത്ത്, അല്ലെ? വില്യം മൂണ്ട്, വില്യം ജെയിംസും ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ബുക്ക് എടുത്താണ് അതിനിടയ്ക്ക്. എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലായിരിക്കും, നിങ്ങൾ പഠിച്ചതായിരിക്കും. വില്യം മൂണ്ട് സ്ട്രക്ചറലിസവും വില്യം ജെയിംസ് ഫങ്ഷണലിസവും. വില്യം ജെയിംസ് അമേരിക്കൻ സൈക്കോളജിസ്റ്റും അതേപോലെ തന്നെ വില്യം മൂണ്ട് എവിടെയായിരുന്നു? ജർമ്മൻകാരനായിരുന്നു. അപ്പൊ ഈ ജർമ്മൻകാരനായ വില്യം മൂണ്ടാണ് സ്ട്രക്ചറലിസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ആള് തന്നെയാണ് ആദ്യമായിട്ട് ഒരു ലാബ് സ്ഥാപിച്ചതും. അതിനെ തുടർന്ന് ഇങ്ങോട്ട് പാവ്ലോവ്, ദെൻ സ്കിന്നറുടെ, അത് കഴിഞ്ഞ് ബാക്കി മുന്നോട്ട് വന്ന എല്ലാവരും ഈ ഒരു ലാബ് ഉപയോഗപ്പെടുത്തി പോയവരാണ്. സ്റ്റാർട്ടിങ് വന്നിരിക്കുന്നത് സ്ട്രക്ചറലിസത്തിന്റെ പിതാവായ ആരാണ്? വില്യം ഊണ്ടാണ് ഇങ്ങനെയൊരു എക്സ്പെരിമെന്റിനെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സൈക്കോളജിക്കൽ ടെസ്റ്റും ഉണ്ട്, അതേപോലെ തന്നെ എക്സ്പെരിമെന്റൽ ടെസ്റ്റും ഉണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങളുടെ ടെസ്റ്റിലേക്ക് ഇത് ഞാൻ ഉച്ച കഴിഞ്ഞ് ഒന്നുകൂടി പറഞ്ഞു തരാം കേട്ടോ. അത് നമുക്ക് ചെയ്തു തീർക്കണ്ടേ. ഇനി ഓരോ ടെസ്റ്റ് എഴുതുമ്പോഴും അതിനൊരു ഫോർമാറ്റ് ഉണ്ട്. ഫോർമാറ്റ് മാത്രമല്ല, നിങ്ങളുടെ മാർക്ക് ഡിവൈഡ് ചെയ്തിരിക്കുന്നതും കൂടെ നിങ്ങളൊന്ന് അറിഞ്ഞോളുക. അറ്റൻഡൻസിന് 10% മാർക്കാണ്. അതായത് ഓരോ ടെസ്റ്റിനും നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ ടെസ്റ്റ് ചെയ്യുന്ന ലോക്കസ് ഓഫ് കൺട്രോൾ ആണെങ്കിൽ അത് കംപ്ലീറ്റ് ഒരു ടെസ്റ്റ് ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിന് വന്ന കുട്ടികൾക്ക് 10% അറ്റൻഡൻസും 10% കണ്ടക്ഷനും, ദെൻ 10% മാർക്ക് ഇന്റർപ്രിറ്റേഷനും, ദെൻ പ്രാക്ടിക്കൽ നോട്ട്ബുക്കിന് 20 അപ്പൊ 50 മാർക്ക് ഇന്റേണൽ. ആരാണോ ഇപ്പൊ നിങ്ങളെ ചെയ്യിപ്പിക്കുന്ന ആള് ആ വ്യക്തി ഇടുന്നതാണ്. ദെൻ എക്സ്റ്റേണല് സാധാരണഗതിയിൽ ഓഫ്ലൈൻ ആയിരുന്നെങ്കിൽ കണ്ടക്ഷനും ആൻസർ ഷീറ്റിനും ഉണ്ടായിരുന്നു. കണ്ടക്ഷന് 10 മാർക്കും ആൻസർ ഷീറ്റിന് 20 മാർക്കും വൈവയ്ക്ക് 20 മാർക്കും ആയിരുന്നു. ഇത്തവണ അത് എല്ലാം കൂടി വൈവയ്ക്ക് വരുമെന്നുള്ളത് ഓർക്കുക. അപ്പം വൈവയ്ക്ക് എക്സ്റ്റേണൽ മാർക്ക് ഇടുമ്പോൾ നിങ്ങളോട് ചോദിക്കുമ്പോൾ അപ്പം ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻസും ചോദിക്കും. ഈ ഒരു നിങ്ങൾ ഈ പഠിക്കുന്ന 6 എണ്ണത്തിൽ നിന്ന് കൃത്യമായിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും ചോദിക്കുമെന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ ക്ലാസ്സിൽ കയറുന്നതിന്റെ അറ്റൻഡൻസ് യൂണിവേഴ്സിറ്റി ഇടുന്നുണ്ട്. ക്ലാസ്സിനിടയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ അതും അവർ നോക്കുന്നുണ്ട്. അപ്പൊ അവരാണ് ഞങ്ങൾക്ക് ആ ഒരു മാർക്ക് ലിസ്റ്റ് തരുന്നത്. അപ്പം മാർക്ക് ലിസ്റ്റ് തരുമ്പോൾ അറ്റൻഡൻസ് ഉള്ളവരുടെ മാർക്ക് ലിസ്റ്റ് മാത്രമേ, ഈ ഗ്രൂപ്പിലുള്ളവരുടെ എല്ലാം തരില്ല. RCക്ക് അറ്റൻഡൻസ് കിട്ടിയത്. അതുകൊണ്ട് എന്റെ മക്കൾ വേഗം അറ്റൻഡൻസ് ഷീറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് അറ്റൻഡൻസ് ഇട്ടോളൂ കേട്ടോ. അപ്പൊ 10% അറ്റൻഡൻസ്, 10% ഞാനിവിടെ ഇരുത്തി ചെയ്യിപ്പിക്കും. അപ്പൊ അതിൻ്റെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതിന് 10%. പിന്നെ 20% മാർക്ക് നിങ്ങൾ ആ
എഴുതി ഞങ്ങൾക്ക് റെക്കോർഡ് വെക്കുന്നതിന്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് മാർക്ക് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, മാർക്കിന്റെ വെയിറ്റേജ് കേട്ടോ. അത് ഡൗൺലോഡ് ചെയ്യുമോ എന്തോ ചെയ്യാണ് അറ്റൻഡൻസ് ഷീറ്റ്. നോക്കിക്കോ ഒന്ന് അറ്റൻഡൻസ് ഷീറ്റ് ഉണ്ടോന്ന്. അറ്റൻഡൻസ് ഷീറ്റ് കാണാതിരിക്കല. 10 മണി കഴിയുമ്പോഴത്തേക്കും അറ്റൻഡൻസ് ഷീറ്റ് എടുത്തിരുന്ന് കാണാറുണ്ട് എല്ലാ ദിവസങ്ങളിലും. അപ്പൊ ഉണ്ടാവാനാണ് ചാൻസ്. നോക്കിക്കോളൂ. പേരുണ്ടല്ലേ ക്ലാസ്സില്? ഇല്ല, വന്നിട്ടില്ല മാഡം. എവിടുന്നാ ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല. നിങ്ങൾ ഈ ഒരു അഥവാ കിട്ടുന്നില്ലെങ്കിൽ നമ്മളിങ്ങനെ സ്ക്രീൻ വെക്കുമ്പോൾ അതിന്റെ സൈഡിലൊരു 3 കുത്ത് കാണുന്നില്ലേ, അതിലൊന്ന് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആദ്യം വരുന്നത് എന്താണ്, ഇൻകോൾ മെസ്സേജ് എന്നാന്ന് തോന്നുന്നു. അതിനകത്ത് പോയിട്ടാണെങ്കിലും ഒന്ന് പേരും ഇതൊക്കെ എഴുതി വിടണം, അഥവാ അറ്റൻഡൻസ് ഷീറ്റ് കിട്ടിയില്ലെങ്കിൽ. അറ്റൻഡൻസ് ഷീറ്റ് ഡൗൺലോഡ് ചെയ്യുവാണെന്ന് തോന്നുന്നു. മെയിൽ ഐ ഡിയും കൂടെ വേണമെന്ന് തോന്നുന്നു ഫീബ. ലിങ്കും ഇല്ലേ? ലിങ്ക് കാണുമല്ലോ ഈ 3 എണ്ണത്തിൽ കൊത്തി കഴിഞ്ഞു കഴിഞ്ഞാല്. അവര് കേറിയിട്ടുണ്ട്. അപ്പൊ മിക്കവാറും അറ്റൻഡൻസ് ഷീറ്റ് തരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ആരോ ഒരാൾ അതിനകത്ത് പ്രസന്റ് ആയിട്ട് വന്നു ഇപ്പൊ. അപ്പൊ അറ്റൻഡൻസ് ഷീറ്റ് ഇടും. അറ്റൻഡൻസ് ഷീറ്റ് ഇടുമ്പം ചെയ്യാം കേട്ടോ. ഓക്കെ, ഞാൻ ഫോർമാറ്റ് ഫോർ പ്രാക്ടിക്കം പറയുകയാണെന്നല്ലേ. വരും എങ്ങനെയാണേലും ഈ 2 മണിക്കൂറിനുള്ളിൽ അറ്റൻഷൻ. ഓക്കെ. അപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഫോർമാറ്റ് ഫോർ പ്രാക്ടിക്കമേ, നമ്മളൊരു ഏത് പ്രാക്ടിക്കം ആണെങ്കിലും, സൈക്കോളജിയുടെ എക്സ്പെരിമെന്റൽ ആണെങ്കിലും സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് ആണെങ്കിലും, അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനൊരു ടൈറ്റിൽ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ലോക്കസ് ഓഫ് കൺട്രോൾ ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന ഒരു ടൈറ്റിൽ എഴുതുന്നുണ്ട് അതിനകത്ത്. ടൈറ്റിൽ കഴിഞ്ഞാൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ എഴുതും. ഇൻട്രൊഡക്ഷൻ എഴുതുമ്പോൾ എന്താണോ നമുക്ക് തന്നിരിക്കുന്നത്, ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് സിസ്റ്റീൻ PF ആണെങ്കിൽ ഓക്കെ, അങ്ങനെ ഇട്ടാൽ മതി. അത് കഴിഞ്ഞ് ആൻസർ വരുവാണെങ്കിൽ നിങ്ങളിപ്പോ ചെയ്യുന്ന പോലെ ചെയ്തോളൂ. അത് കഴിഞ്ഞിട്ട് അറ്റൻഡൻസ് ഷീറ്റ് വരുവാണെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. ഞാൻ അതിന്റെ കൂടെ പറഞ്ഞു പോകാം, നിങ്ങൾ ചെയ്യുന്നത് ചെയ്തോളൂ, കേട്ടോളൂ കേട്ടോ. പറയുമ്പോ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ എഴുതേണ്ടത്, ഇപ്പൊ സിസ്റ്റീൻ PF ആണെങ്കിൽ പേഴ്സണാലിറ്റി എന്താണെന്നും അതിന്റെ ഡെഫിനിഷൻ എന്താണെന്നും എഴുതണം. അത് കൂടാതെ ഇതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും ഈ ഒരു ടെസ്റ്റ് നമ്മൾ എടുത്തതിന്റെ. ഇപ്പൊ സിസ്റ്റീൻ PF-നാണെങ്കിൽ അതിന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എഴുതണം. ദെൻ അത് മാത്രമല്ല, പേഴ്സണാലിറ്റിയിൽ എഴുതുമ്പോൾ സിസ്റ്റീൻ PF കാറ്റലിന്റെ ആണ് വന്നിരിക്കുന്നത്, അപ്പൊ കാറ്റലിന്റെ തിയറി അറിഞ്ഞിരിക്കണം. അപ്പൊ കാറ്റലിന്റെ തിയറി എഴുതണം. സിസ്റ്റീൻ PF-ലെ ട്രേഡ് തിയറി വന്നിട്ടുണ്ടെങ്കിൽ അതെ ഏതാണെങ്കിലും, ഇപ്പൊ ഇന്റലിജൻസിന്റെ ആണ് ചെയ്യുന്നതെങ്കിൽ ഇന്റലിജൻസ് എന്താണെന്ന് എഴുതണം. ദെൻ IQ എന്താണെന്ന് എഴുതണം, ആരാണ് ഡെവലപ്പ് ചെയ്ത് എടുത്തതെന്ന് എഴുതണം. അങ്ങനെ ഇൻട്രൊഡക്ഷനിൽ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് വരണം, ഓഫ് ദ ടെസ്റ്റ് വരണം, കോൺസെപ്റ്റ് വരണം. ദെൻ ഇപ്പം സിസ്റ്റീൻ PF ആണെങ്കിൽ 16 ഫാക്ടേഴ്സ് എഴുതണം. ദെൻ പേഴ്സണാലിറ്റി എന്താണെന്ന് എഴുതണം. തിയറി റിലേറ്റഡ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് എഴുതി പോണം. ഓക്കെ, ദെൻ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ടൈറ്റിൽ വരുന്നതാണ് എയിം. എന്തിനാണ് ഇത് ചെയ്തത്? നിങ്ങൾ ചെയ്യുന്നതിന് ഒരു എയിം ഉണ്ടാവുമല്ലോ. അപ്പൊ ആ എയിം എന്താണ്? ഇപ്പൊ സിസ്റ്റീൻ PF ആണെങ്കിൽ ടു അസസ് അല്ലെങ്കിൽ ടു മെഷർ ദി പാർട്ടിസിപ്പൻസ്, നമ്മളുടെ കൂടെ പാർട്ടിസിപ്പൻറ്റ് ചെയ്യുന്ന ആരാണോ അവരുടെ 16 ഫാക്ടേഴ്സ് ഓഫ് പേഴ്സണാലിറ്റി. അപ്പൊ 16 പേഴ്സണാലിറ്റി അളക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്, ഈ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ എയിം വന്നു ടു അസസ് ദി 16 ഫാക്ടേഴ്സ് ഓഫ് ദി പേഴ്സണാലിറ്റി ഓഫ് ദി പാർട്ടിസിപ്പന്റ്. അപ്പൊ അതെഴുതി. ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ടെസ്റ്റ്. ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ടെസ്റ്റ് എഴുതുമ്പോൾ ഈ ടെസ്റ്റിനകത്ത് എന്താണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്, ആരാണ് ഓതർ, ദെൻ ബേസിക് പർപ്പസ് ഓഫ് ദി ടെസ്റ്റ്, ദെൻ നമ്പർ ഓഫ് ഐറ്റംസ്, എത്ര ഐറ്റംസ് ഉണ്ട് അതിനകത്ത്, അല്ലെങ്കിൽ എത്ര ഡയമെൻഷനായിട്ട് മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര ഫാക്ടേഴ്സ് ഉണ്ട്, ദെൻ ടൈം ലിമിറ്റ് ഉണ്ടോ, ദെൻ റിലയബിലിറ്റി എത്രയാണ്, വാലിഡിറ്റി എത്രയാണ്, സ്കോറിംഗ് എന്താണ്, ഇതെല്ലാം കൃത്യമായിട്ട് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ടെസ്റ്റിൽ കൊടുക്കണം. ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഹെഡിങ് വരുന്നത്. ഇപ്പൊ നമ്മൾ ഹെഡിങ് കണ്ടു, ടൈറ്റിൽ കണ്ടു, ഇൻട്രൊഡക്ഷൻ കണ്ടു, എയിം ഓർ ഒബ്ജക്റ്റീവ് കണ്ടു, ഡിസ്കഷൻ ഓഫ് ദ ടെസ്റ്റ് കണ്ടു. ദെൻ നെക്സ്റ്റ് ടൈറ്റിൽ വരുന്നത് മെത്തേഡ് ആണ്. മെത്തേഡ് എന്ന ടൈറ്റിൽ കൊടുത്തു. മെത്തേഡ് എന്ന
ടൈറ്റിൽ കഴിഞ്ഞിട്ട് നമ്മൾ എഴുതും. ആ ഒരു ടൈറ്റിൽ എഴുതിയിട്ട് അതിന്റെ താഴെ ABCD എന്നിട്ട് എഴുതിയാൽ മതി. ആദ്യത്തെ മെത്തേഡ് അണ്ടർലൈൻ ചെയ്തു. ദെൻ എ മെറ്റീരിയൽസ് റിക്വയർഡ്, നമുക്ക് മെറ്റീരിയൽസ് എന്തൊക്കെയാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഏതൊരു ടെസ്റ്റിനും അതിന്റെ ക്വസ്റ്റിനെയറോ അല്ലെങ്കിൽ അപ്പാരറ്റസ് ആണെങ്കിൽ വീഡിയോ ആണെങ്കിൽ വീഡിയോ, നിങ്ങൾക്ക് അപ്പാരറ്റസ് ഉണ്ടാവില്ല എന്നാലും വീഡിയോ ആണെങ്കിൽ വീഡിയോ. അപ്പൊ നമ്മൾ എഴുതും. ഇപ്പൊ 16BFന്റെ ആണ്, 16BFന്റെ ബുക്ക്ലെറ്റ്, ക്വസ്റ്റിനെയർ, ആൻസർ ഷീറ്റ്, സ്കോറിംഗ് കീ, പെൻസില്, റെസർ, എന്തൊക്കെയുണ്ടോ ആ മെറ്റീരിയൽസ് നമുക്ക് കിട്ടിയിരിക്കുന്നതെല്ലാം നമ്മൾ മെൻഷൻ ചെയ്യുന്നു. നെക്സ്റ്റ് എക്സ്പെരിമെന്റർ പ്രൊഫൈൽ. എക്സ്പെരിമെന്റർ ദാറ്റ് മീൻസ് എക്സ്പെരിമെന്റ് ചെയ്യിപ്പിക്കുന്ന ആള്, അവരുടെ പ്രൊഫൈല്. എക്സ്പെരിമെന്ററുടെ പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ നെയിം എന്ന് നമ്മൾ എഴുതിയിട്ട് ഇനിഷ്യല് മാത്രമേ മെൻഷൻ ചെയ്യുള്ളൂ. ഇനിഷ്യല് മാത്രം, അത് ഓർത്തിരിക്കണേ. നെയിം, ഇനിഷ്യല് മാത്രം, ഏജ്, ജെൻഡർ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, occupation. Name, age, gender, educational qualification, occupation. സെയിം വേയില് പാർട്ടിസിപ്പന്റിന്റെ പ്രൊഫൈൽ. അപ്പൊ ഈ മെത്തേഡിന്റെ അണ്ടറിൽ ABC പാർട്ടിസിപ്പൻസ് പ്രൊഫൈൽ. അവിടെയും നെയിം എഴുതി, ഇനിഷ്യൽ എഴുതി, ഏജ്, ജെൻഡർ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, occupation. ഓക്കെ, മെത്തേഡിന്റെ അണ്ടറിലാണ് ഈ 3 വന്നത്. ഇനി അടുത്ത ഹെഡിങ് പ്രൊസീജിയർ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. പ്രൊസീജിയർ ആൻഡ് അഡ്മിനിസ്ട്രേഷനില് എനിക്ക് കേട്ടോ, പറയണത് എഴുതി വെക്കല്ലേ. പ്രൊസീജിയർ ആൻഡ് അഡ്മിനിസ്ട്രേഷനില് നമ്മൾ ഒരു പാർട്ടിസിപ്പന്റിനെ വിളിച്ചു വരുത്തൂല്ലോ നമ്മളിത് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനു മുമ്പ് നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യണം. അതിനകത്ത് വരുന്നത് പ്രിപ്പറേഷൻ ആണ് ആദ്യം വരുന്നത്. എന്തൊക്കെ വേണം? ഇപ്പൊ 16BF ആണ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ക്വസ്റ്റ്യനെയർ വേണം അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്, പെൻസിൽ വേണം, എറേസർ വേണം അവർക്ക് കൊടുക്കാനുള്ളത്. ബാക്കി നമ്മുടെ കയ്യിൽ എന്തൊക്കെ വേണം? അതിന്റെ സ്കോറിംഗ് കീ വേണം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അപ്പൊ അവർക്ക് കൊടുക്കാനുള്ളത് റെഡിയാക്കി വെച്ചിട്ട് വേണം അവരെ വിളിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഫസ്റ്റ് പ്രിപ്പറേഷൻ. സെക്കൻഡ്, അവര് വന്നു കഴിഞ്ഞാല് ഒരു റാപ്പോ നമ്മൾ ബിൽഡ് ചെയ്യുന്നുണ്ട്. റാപ്പോ ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് കയറി വരുമ്പോഴേ നമുക്കൊരു സോഷ്യൽ സ്മൈൽ ഉണ്ടാവണം. കയറി വരുന്ന ആ ഒരു സ്മൈലിൽ നിന്നാണ് ആ വരുന്ന വ്യക്തിക്കും ഒരു സോഷ്യൽ സ്മൈൽ ഉണ്ടാവുക. നമ്മൾ അങ്ങനെയൊന്നുണ്ട് സൈക്കോളജിസ്റ്റിലെ ഒരു സോഷ്യൽ സ്മൈല്. ദെൻ അത് കഴിഞ്ഞിട്ട് ഇരിക്കാൻ പറയുന്നു. ടൈം അനുസരിച്ച് ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ അല്ലെങ്കിൽ ലഞ്ച് കഴിച്ചോ, എവിടുന്നാ വരുന്നത്, കുട്ടികളാണെങ്കിൽ എത്രയിലാണ് പഠിക്കുന്നത്, ജോലിയുള്ളവരാണെങ്കിൽ എന്ത് ജോലിയിലാണ് ചെയ്യുന്നത്, ഇതെല്ലാം അന്നേരം എഴുതുന്നോണ്ട് കുത്തി കുറിക്കരുത്, അത് മനസ്സിലെഴുതുക ആ ഒരു കാര്യങ്ങളിൽ കുറച്ച് കേട്ടോ. എന്നിട്ട് ചോദിച്ചാൽ അപ്പൊ നമുക്കറിയാം അവര് വന്നിരിക്കുമ്പോ എത്ര ഏജ് ആയി, എന്താണ് പേര്, ഇതൊക്കെ നമുക്കും അറിയാം. അവര് ജസ്റ്റ് ചിലപ്പോൾ അവരെ കൊണ്ട് മെൻഷൻ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നമ്മളത് വെച്ചേക്കുക. എന്നിട്ട് നമ്മൾ ഇവർക്ക് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം. ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുമ്പോൾ ക്വസ്റ്റ്യനോ ആൻസറോ സ്റ്റേറ്റ്മെന്റോ ഒക്കെ ആണെങ്കിലും ദർ ഇസ് നോ റോങ് ഓർ റൈറ്റ് ആൻസർ. അത് നമ്മൾ പറയണം. അവരാണ് സെലക്ട് ചെയ്യുന്നത്, അവരുടെ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ച് അല്ലെങ്കിൽ ഇന്റലിജൻസിനനുസരിച്ച് അവരാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഒരു റോങ് ക്വസ്റ്റ്യനോ റൈറ്റ് ക്വസ്റ്റ്യനോ ഒന്നുമില്ല. നിങ്ങൾക്ക് എന്താണോ മനസ്സിൽ വരുന്നത് അത് എഴുതണം. പിന്നെ ഒരിക്കലും നമ്മൾ പറയല്ല നിങ്ങളുടെ IQ അസസ് ചെയ്യാനാണെന്നോ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി അസസ് ചെയ്യാനാണെന്നോ ഒന്നും പറയില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് അവർ ഭയങ്കര കോൺഷ്യസ് ആവും. അപ്പൊ അങ്ങനെ കോൺഷ്യസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ടിക്ക് ചെയ്യാൻ പറയുന്നത്. അപ്പോഴും നമ്മൾ പറഞ്ഞു കൊടുക്കും ദർ ഇസ് നോ റൈറ്റ് ഓർ റോങ് ക്വസ്റ്റ്യൻസ്. അപ്പൊ ആദ്യം മനസ്സിൽ വരുന്നത് എന്താണോ എഴുതുക. ഇനി ടൈം ലിമിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ടൈം ലിമിറ്റ് പറയും, ഇത്ര ടൈം ലിമിറ്റിനുള്ളിൽ ചെയ്യണം. ടൈം ലിമിറ്റ് ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്ത് തീർക്കുക, അതുകൊണ്ട് ഇരിക്കാനല്ല, ആ രീതിയിൽ കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞ പ്രീകോഷൻസ് ഉണ്ടെങ്കിൽ അതും ചെയ്യണേ. പ്രീകോഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയർ സൈലന്റ് ആയിരിക്കണം. ഒത്തിരി ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ അവർക്ക് ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരും. പിന്നെ അവർക്ക് എന്താണോ കംഫർട്ടബിൾ ആ രീതിയിൽ കൊടുക്കുക കേട്ടോ. അപ്പൊ പ്രൊസീജിയർ ആൻഡ് അഡ്മിനിസ്ട്രേഷന്റെ ഉള്ളിൽ എഴുതാൻ വേണ്ടിയിട്ടല്ല, ഈ ടൈറ്റിൽസ് ഒക്കെയാണ് വരിക. പ്രിപ്പറേഷൻ, റാപ്പോ, ഇൻസ്ട്രക്ഷൻ, ദ പ്രിക്കോഷൻസ്. ഇത്രയാണ് പ്രൊസീജിയർ ആൻഡ് അഡ്മിനിസ്ട്രേഷനുള്ളിൽ വരുന്നത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ
അവർ ചെയ്തു നമ്മുടെ കയ്യിലേക്ക് തരുന്നു. നമ്മുടെ കയ്യിൽ നിന്നാൽ നമ്മൾക്ക് പിന്നീട് റിസൾട്ട് നോക്കാം. റിസൾട്ട് നോക്കുമ്പോൾ നമ്മളാണ് റിസൾട്ട് എഴുതുന്ന ആള്. നമ്മുടെ ഈ സ്കോറിംഗ് ഒക്കെ ഉണ്ട്. നമ്മൾ ജസ്റ്റ് റിസൾട്ട് ഒന്ന് നോക്കി, റിസൾട്ട് നോക്കുമ്പോൾ നമ്മൾ 2 സൈഡിലും എഴുതാറില്ല. റൈറ്റ് സൈഡിൽ മാത്രമാണ് എഴുതി പോകുന്നത്. ലെഫ്റ്റ് സൈഡ് നമ്മുടെ ബ്ലാങ്ക് ആയിരിക്കും. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ ബ്ലാങ്ക് ആകുമ്പം അവിടെ നമ്മൾ എന്ത് ചെയ്യും? വരച്ചിട്ട് എഴുതും. റിസൾട്ട് ഓഫ് ദി പാർട്ടിസിപ്പന്റ് എന്ന് എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? താഴെ വരച്ച സീരിയൽ നമ്പർ ഒക്കെ ഇട്ട് അതെല്ലാം വരച്ചെഴുതും. ഞാൻ പറഞ്ഞു തരാം കേട്ടോ, ഒരെണ്ണം ചെയ്യുമ്പോഴേ. ഇപ്പോഴത്തെ സൈഡ് ഇനിയിപ്പോ ലോക്കസ് ഓഫ് കൺട്രോൾ ആണെങ്കിൽ നമ്മൾ എങ്ങനെയാ വരച്ചെഴുതുക? ഫസ്റ്റ് നെയിം എഴുതി, ദെൻ ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ, എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ, ടോട്ടൽ, ദെൻ ഇന്റർപ്രിട്ടേഷൻ. ഇത്രയും കോളം വന്നു. അതിന്റെ താഴെ അപ്പൊ എന്ത് വരും? നെയിമിന്റെ താഴെ ഇനിഷ്യൽ വരും. ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ എത്ര കിട്ടി, എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ എത്ര കിട്ടി, ടോട്ടൽ എത്രയായി, അതിന്റെ ഇന്റർപ്രിട്ടേഷൻ എന്താണ്. അങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, ദെൻ ഇപ്പുറത്തെ സൈഡിലെ റിസൾട്ടില് ഇത്രയാണ് ഇവർക്ക് സ്കോർ കിട്ടിയെന്ന് മാത്രം എഴുതും. ദെൻ നെക്സ്റ്റ് ടൈറ്റിൽ വരുന്നത്, ഹെഡിങ് വരുന്നത് ഡിസ്കഷൻ. റിസൾട്ട് കഴിഞ്ഞാല് ഡിസ്കഷൻ ആണ് വരുന്നത്. ഡിസ്കഷന്റെ ഫസ്റ്റ് പാരഗ്രാഫില് നമ്മൾ അവർക്ക് കിട്ടിയ ഇമ്മീഡിയറ്റ് റിസൾട്ട് എഴുതുന്നു. ദെൻ സെക്കൻഡ് പാരഗ്രാഫില് ഇപ്പം 16 PF ആണെങ്കിൽ 16 പേഴ്സണാലിറ്റി എന്താണെന്നും 16 പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് എന്താണ് എന്നും എക്സ്പ്ലെയിൻ ചെയ്തെഴുതുന്നു. അപ്പൊ ഫസ്റ്റ് പാരഗ്രാഫിൽ ഇമ്മീഡിയറ്റ് റിസൾട്ട് അവർക്ക് എന്താ കിട്ടിയെന്ന് എഴുതി. സെക്കൻഡ് പാരഗ്രാഫിൽ നമ്മൾ 16 ഫാക്ടേഴ്സിനെ കുറിച്ചും പേഴ്സണാലിറ്റിയെ കുറിച്ചും എഴുതി. തേർഡ് പാരഗ്രാഫില് നമ്മുടെ പാർട്ടിസിപ്പന്റിന്റെ റിസൾട്ട് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്ത് എഴുതും. 16 ഫാക്ടേഴ്സില് ഇതിലൊക്കെ ഈ 2 ഫാക്ടേഴ്സ് അവർക്ക് ഹൈ കിട്ടി, ഈ 3 ഫാക്ടേഴ്സ് അവർക്ക് ലോ കിട്ടി. അപ്പൊ അതുകൊണ്ട് അവരുടെ ക്യാരക്ടർ ആ ഒരു ഫാക്ടേഴ്സിൽ വരുന്നത് ഇതൊക്കെയാണ് എന്ന് പറഞ്ഞു എഴുതും. കുറച്ചെണ്ണം ആവറേജും കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ എങ്ങനെയാണോ കിട്ടിയിരിക്കുന്നത് അത് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്ത് എഴുതുന്നു. ഓക്കെ, അപ്പൊ 3 പാരഗ്രാഫ് വന്നേ. അത് കഴിഞ്ഞിട്ട് കൺക്ലൂഷൻ. കൺക്ലൂഷൻ നമ്മൾ 3 സെന്റൻസ്, അതിൽ കൂടുതൽ എഴുതേണ്ട ആവശ്യമില്ല. 16 PF ആണ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ 4 ഫാക്ടറിന് ഹൈ കിട്ടി, ഈ 3 ഫാക്ടറിന് ലോ കിട്ടി, ബാക്കി ആവറേജ് ആണ് കിട്ടിയത്, നിർത്തി. അത്രയും മതി കൺക്ലൂഷൻ. ദെൻ റെഫറൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, നിങ്ങൾ APA ഫോർമാറ്റിൽ അത് എടുത്തെഴുതുക. ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പോവാം. ഫോർമാറ്റ് ഫോർ പ്രാക്ടിക്കം എഴുതുമ്പോൾ ഫസ്റ്റ് ടൈറ്റിലാണ്, സെക്കൻഡ് വന്നിട്ട് എയിം ഓർ ഇൻട്രൊഡക്ഷൻ ആണ്, തേർഡ് എയിം ഓർ ഒബ്ജക്റ്റീവ് ആണ്, ഫോർത്ത് ഡിസ്കഷൻ ഓഫ് ദ ടെസ്റ്റ്. അത് കഴിഞ്ഞാല് മെത്തേഡിന്റെ അണ്ടർ അല്ല മെറ്റീരിയൽസ് റിക്വയർഡ്, എക്സ്പെരിമെന്റൽ പ്രൊഫൈൽ, പാർട്ടിസിപ്പൻസ് പ്രൊഫൈൽ. ഇത് പോകുന്നോണ്ടായിരിക്കും അല്ലെ കുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പ്രൊസീജിയർ. അതിൽ പ്രിപ്പറേഷൻ അതിന്റെ ഉള്ളിൽ വരുന്നതാണ്, ടൈറ്റിൽ അല്ല. പ്രിപ്പറേഷൻ, റാപ്പോ, ഇൻസ്ട്രക്ഷൻ, പ്രിക്കോഷൻസ്, ഇതെല്ലാം അതിനുള്ളിൽ വരുന്നതാണ്. ടൈറ്റിലാക്കി എഴുതരുത്, ജസ്റ്റ് ഒരു പാരഗ്രാഫ് ആയിട്ട് എഴുതുക എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് കേട്ടോ. ദെൻ നെക്സ്റ്റ് വരുന്നത് റിസൾട്ട്, ഡിസ്കഷൻ, ദെൻ കൺക്ലൂഷൻ ആൻഡ് റെഫറൻസ്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ നിങ്ങൾ തന്നെ എഴുതേണ്ടതാണ്. അതിനകത്ത് കുറച്ച് ഞങ്ങൾ തന്നിട്ടുണ്ടാവും, ബാക്കി നിങ്ങൾ കൂട്ടി എഴുതേണ്ടതാണ്. ദെൻ ബാക്കി വരുന്ന ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് വരുന്നത് ടൈറ്റിൽ നമുക്കറിയാം. എയിമും തന്നിട്ടുണ്ട്, ഡിസ്കഷൻ ഓഫ് ദ ടെസ്റ്റും തന്നിട്ടുണ്ട്, ദെൻ മെത്തേഡിൽ മെറ്റീരിയൽസ് റിക്വയർഡ് തന്നിട്ടുണ്ട്, ദെൻ പാർട്ടിസിപ്പൻസ് പ്രൊഫൈലും എക്സ്പെരിമെന്റൽ പ്രൊഫൈലും നിങ്ങൾ തന്നെ എഴുതേണ്ടതാണ്. ദെൻ അഡ്മിനിസ്ട്രേഷൻ അത് നിങ്ങൾ അത് തന്നിട്ടുണ്ടാവും. ദെൻ നെക്സ്റ്റ് വരുന്ന റിസൾട്ട്, ഡിസ്കഷൻ ആൻഡ് കൺക്ലൂഷൻ. അതെല്ലാവരുടേതും വേറെ വേറെ ആയിരിക്കും, കാരണം നിങ്ങൾ വേറെ വേറെ പാർട്ടിസിപ്പന്റിലാണ് ചെയ്തത്. അപ്പൊ അതിൽ വരുന്നത് ശരിക്കും വ്യത്യാസം ഉണ്ടാകും. ഓക്കെ, ഇത് സൈക്കോളജിക്കൽ ടെസ്റ്റിലും എക്സ്പെരിമെന്റൽ ടെസ്റ്റിലും കേട്ടോ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഒരു റിപ്ലൈ ഇട്ടാൽ നന്നായി. മനസ്സിലായില്ലെങ്കിൽ ചോദിക്കാം ഇപ്പൊ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, എനിക്ക് കേൾക്കണില്ല. യെസ് മാം ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം മനസ്സിലായെന്നാണ്. ഇടയ്ക്ക് ഇനി എന്തെങ്കിലും നിങ്ങൾ ക്ലാസ്സിന് ഇടയ്ക്കുന്ന നിങ്ങൾക്ക് നെറ്റ് കിട്ടാതെ പോയി അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ ഗ്രൂപ്പിൽ വോയിസ് മെസ്സേജ് ഇട്ടാല്
മോളെ എക്സ്പെരിമെന്റൽ പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ അവർ ഓൺ, നമ്മുടെ തന്നെയാണ്, നമ്മളുടെ തന്നെ, നമ്മളല്ലേ ചെയ്യിപ്പിക്കുന്നത്, ആരാണോ ചെയ്യിപ്പിക്കുന്നത്. ഞാനാണ് ചെയ്യിപ്പിക്കുന്നതെങ്കിൽ എന്റെ, മേഴ്സി എന്നുള്ളതിന് പകരം എം ഇടും, തോമസ് എന്നുള്ളതിന് പകരം ടി ഇടും, അപ്പൊ എം ടി ഇടും. അങ്ങനെയാണ് നെയിം എഴുതുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യുന്നത് ലോക്കസ് ഓഫ് കൺട്രോൾ ആണ്. ലോക്കസ് ഓഫ് കൺട്രോളിന്റെ ക്വസ്റ്റ്യനെയർ ഞാൻ സ്ക്രീനിൽ അങ്ങനെ നോക്കുന്നില്ല, എനിക്ക് സ്ക്രീനിലൊക്കെ നോക്കണേ കുറച്ച് പാടാ, കുറച്ച് എഴുതുന്നത് മാത്രമേ കാണുന്നുള്ളൂ കേട്ടോ. ദെൻ നിങ്ങൾ പോയാലും, നിങ്ങൾ ലെഫ്റ്റായി പോയാലും യൂണിവേഴ്സിറ്റിക്ക് കാണുന്നുള്ളൂ, ഞാനത് നോക്കുന്നൊന്നുമില്ല, ഞാൻ അത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ലോക്കസ് ഓഫ് കൺട്രോളിന്റെ ക്വസ്റ്റ്യൻ നിങ്ങളോട് പ്രിന്റ് എടുത്ത് വെക്കണോന്ന് പറഞ്ഞിരുന്നു. എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ എടുത്ത് അത് ഫ്രണ്ടിൽ വെച്ച് ഇരിക്കുന്നുണ്ടെങ്കിൽ, ഇനി അത് ഫ്രണ്ടിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ അത് സ്ക്രീനിലേക്ക് ഇടുക. എന്നിട്ട് നിങ്ങളത് വായിച്ചിട്ട് ഒരു പേപ്പറിൽ ഒന്ന് ടിക്ക് ചെയ്ത് യെസ് ഓർ നോയില്. ഇപ്പം ചെയ്യുമല്ലേ? റിപ്ലൈ കിട്ടിയില്ല. ലോക്കസ് ഓഫ് കൺട്രോളിന്റെ ക്വസ്റ്റ്യൻ. ഓക്കെ ഓക്കെ ഓക്കെ, ചെയ്തോളൂ കേട്ടോ. ഒരു 6 മിനിറ്റ്, 5-6 മിനിറ്റ് മതി അത് ചെയ്യാൻ, അത് ടിക്ക് ചെയ്യാൻ. ചെയ്തോളൂ. ചെയ്ത് കഴിയുമ്പോ എന്നോടൊന്ന് പറയണേ, ടിക്കറ്റ് കഴിയുമ്പോഴേ. ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പർ സ്ക്രീനിൽ കാണിക്കാനായിരുന്നു മക്കളെ പറഞ്ഞത്.
ആരെങ്കിലും ഒന്ന് വേണമെങ്കിൽ സ്ക്രീനിൽ കാണിച്ചു. ആരെങ്കിലും അത് കോപ്പി എടുക്കാതെ ഇരിക്കുന്നുണ്ടെങ്കിലേ. ഞാൻ കണ്ടു, എൻ്റെ അതിനകത്ത് വന്നു, വാട്സാപ്പിൽ വന്നു. കഴിയുമ്പം പറയണേ. ഓക്കെ, ഒരാൾ വിട്ടു കഴിഞ്ഞു എന്നുള്ളത്. മർലിനും ദീപ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ടോ? കഴിഞ്ഞു. ദാറ്റ് മീൻസ് കഴിയാൻ സമയമായി എന്നാണ്. 4 പേരിട്ടു. ഇനി നമുക്കൊന്ന് സ്കോർ ചെയ്താലോ? കഴിഞ്ഞു. യെസ്, താങ്ക് യു. സ്കോർ ചെയ്യാം കേട്ടോ. സ്കോറിങ് നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നോക്കുക. ഇപ്പൊ കിട്ടിയിരിക്കുന്ന ആൻസറില് ആദ്യം ഒന്ന് എഴുതി വെച്ചു. വന്നിട്ട് 2, 3, 5, 6, 9, 10, 12, 13, 14, 16, 19, 20 ഫാൾസ് ആണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ 5 മാർക്കും, 1, 4, 7, 8, 11, 15, 17, 18 ട്രൂ ആണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ 5 മാർക്കും. ഒന്നുകൂടി വായിക്കാം. 2, 3, 5, 6, 9, 10, 12, 13, 14, 16, 19, 20 ഫാൾസ് ആണ് കിട്ടിയതെങ്കിൽ 5 മാർക്കും, 1, 4, 7, 8 ട്രൂ ആണ് കിട്ടിയതെങ്കിൽ, പിന്നെ 11, 15, 17 ട്രൂ, 18 ട്രൂ. അത്രയാണ് കിട്ടിയെങ്കിൽ അതിന് 5 മാർക്ക്. ഇനി ഒന്ന് നോക്കിക്കേ, നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടെന്ന്. മർലിൻ. ഓക്കെ, 90 ദീപ്തി. സ്മിത സോമൻ 80, വിദ്യ 45, ബാസിൽ 75, ബിന്ദുരാജ് 75. അച്ഛന് 95. അച്ഛനല്ലേ? യെസ്. ആതിര 85. CMI എന്ന് കണ്ടപ്പോഴേ അറിയായിരുന്നു. ജോഷ് 75, സുബില പ്രവീൺ 60. ഇനിയുണ്ടല്ലോ വരാൻ. 10 വരെ ഇട്ടിട്ടുള്ളൂ. ബാക്കിയുള്ളവർ ചെയ്യാഞ്ഞിട്ടാണോ അതോ കൂട്ടാഞ്ഞിട്ടാണോ? ചെയ്തോണ്ടിരിക്കുകയാണ്. 50.
ജയരാജ് കെ 50, ഐശ്വര്യ എസ് 70, Grace 82. Ma'am, I am not able to send message. മീര കണ്ണൻ എന്താ പറഞ്ഞേ കേട്ടില്ല കേട്ടോ. I am not able to send message, ma'am. മൈക്കെടുത്താൽ പറയൂ മീര. മാം മെസ്സേജ് സെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, അത് ഫെയിൽഡ് ആണ് കാണിക്കുന്നതിനകത്ത്. ഒന്നും കൂടെ പോയിട്ട് വരാം, നെറ്റ്വർക്കിന്റെ ആയിരിക്കും. ഉണ്ണി എനിക്ക് കേൾക്കാൻ പറ്റണില്ല പറയണത് എന്താന്നറിയില്ല. എഴുതി വിട്ടോളൂ. ഷീസ് നോട്ട് ഏബിൾ ടു സെൻഡ് മെസ്സേജ്. ഓക്കെ കുഴപ്പമില്ല കേട്ടോ. ഇനി നമ്മളൊന്ന് നോക്കിക്കേ, നമുക്ക് കിട്ടിയതും നമ്മൾ എവിടെയാ നിൽക്കുന്നതെന്ന്, നമ്മുടെ പേഴ്സണാലിറ്റി ഡയമെൻഷനിലെ ലോക്കസ് ഓഫ് കൺട്രോളിൽ എവിടെയാ നിൽക്കുന്നതെന്ന്. 0 to 15 ആണ് കിട്ടിയതെങ്കിൽ വെരി സ്ട്രോങ് എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ആണ്. ഓക്കെ. ദെൻ 20 to 35 ആണെങ്കിൽ എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ആണ്. ദെൻ 40 to 60 ആണെങ്കിൽ രണ്ടിന്റെ ഇടയ്ക്കാണ് നിൽക്കുന്നത്, ബോത്ത് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ. ദെൻ 60 to 80 ആണെങ്കിൽ കുറെ പേർക്ക് കിട്ടിയിട്ടുണ്ട് ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ. ദെൻ 85 to 100 ആണെങ്കിൽ വെരി സ്ട്രോങ് ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ. ഇനി എന്താ ഇതുകൊണ്ടുള്ളതെന്ന് കൂടി അറിയണ്ടേ, ലോക്കസ് ഓഫ് കൺട്രോൾ എന്താണെന്ന്. ഇത് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത് റോട്ടർ ആണ്. ഇതൊരു ഇമ്പോർട്ടന്റ് പേഴ്സണാലിറ്റി ഡയമെൻഷൻ ആണ്. ഇതിനകത്ത് ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്റേണൽ ലോക്കസ് ഓഫ് എന്തോ ഗ്രേഡ് ഒന്നുകൂടെ പറയാവോ? ഓക്കെ, പറയാം. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കയ്യിൽ എവിടെയോ തന്നിട്ടുണ്ടെന്ന്. 0 to 15 ആണെങ്കിൽ വെരി സ്ട്രോങ് എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ. 0 മുതൽ 15 വരെ വെരി സ്ട്രോങ് എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ. 20 മുതൽ 35 വരെ എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ. 40 മുതൽ 60 വരെ ബോത്ത് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ. 40 to 60 both external and internal locus of control. Then 60 മുതൽ 80 വരെ internal locus of control. Yes, ma'am. Then 85 മുതൽ 100 വരെ very strong locus of control. Internal locus of control, a very strong internal locus of control. Okay. ഇതൊരു പേഴ്സണാലിറ്റി ഡയമെൻഷൻ ആണ്. റോട്ടർ ആണ് ആദ്യം ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ദെൻ ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ പറയുന്ന ആ ഒരു വ്യക്തികള്, അതിൽ വിശ്വസിക്കുന്നവർ അല്ലെങ്കിൽ അത് കൂടുതൽ സ്കോർ കിട്ടിയവര്, the individual having internal locus of control believe that he or she has total control over his or her behavior and that the reinforces he or she gets are consequences of their own actions. അവരുടെ എന്ത് ചെയ്യുന്നോ അതൊക്കെ അവരുടെ പ്രവൃത്തിയുടെ ഫലമാണ്, അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് അവരവരുടെ മാക്സിമം അധ്വാനിക്കും, ആ രീതിയിലായിരിക്കും. ഇനി എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ആണെങ്കിൽ they believe that by chance, luck, fate, then powerful figures in authority determine their behavior. ബാക്കിയുള്ളവരാണ് അവരുടെ, അത് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നു, അറ്റൻഡൻസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, അതൊന്ന് നോക്കണേ. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട്, അപ്പം ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ആണെങ്കിൽ അവനവന്റെ ഉള്ളിലുള്ള പൊട്ടൻഷ്യലിനെ മുഴുവൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുകയും എന്തെല്ലാം അവനവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ അതിന്റെയൊക്കെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്യുന്നു. അതേ പക്ഷെ
എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ആണെങ്കിൽ, ഇപ്പൊ എനിക്ക് എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ആണ് കൂടുതൽ കിട്ടിയെങ്കിൽ ഞാൻ എന്ത് പറയും? അമ്മ എന്നെ ആ കോഴ്സ് പഠിക്കാൻ വിട്ടിട്ടല്ലേ, അല്ലെങ്കിൽ ഞാൻ വേറൊരു രീതിയിൽ നല്ല നിലയിൽ എത്തിയതായിരുന്നു, നിങ്ങളൊരാൾ കാരണമാണ്, ഞാൻ എങ്ങോട്ട് വെച്ചു? മറ്റുള്ളവരെ കുറ്റം പറഞ്ഞു, അല്ലെങ്കിൽ ദൈവനിശ്ചയാണത്, ദൈവം അങ്ങനെയാണ് എനിക്ക്, അല്ലെങ്കിൽ അത് എന്റെ വിധിയാണ്. അപ്പം രണ്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്ന, രണ്ടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. പേഴ്സണാലിറ്റി ഡയമെൻഷനിലെ രണ്ട് ആയിട്ട് വരുന്നു. ഇനി ഇത് എവിടെ ഉപയോഗിക്കുന്നു എന്ന് കുട്ടികൾ എന്നോട് ചോദിച്ചിരുന്നു. നമ്മളിപ്പോ ഒരു സ്കൂളിന്റെ പ്രിൻസിപ്പളെ തിരഞ്ഞെടുക്കാന്, മാനേജറെ തിരഞ്ഞെടുക്കാന്, അപ്പൊ ഏതാണ് കൂടുതലുള്ളത്? അവരവരുടെ പൊട്ടൻഷ്യൽ ഉപയോഗിക്കുമോ അതോ മറ്റൊരാളുടെ ഇതിലേക്ക് വെക്കുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഇനി കുട്ടികളുടെ ആണെങ്കിൽ നമ്മൾ ഇത് നോക്കുമ്പോൾ അവരെന്തെങ്കിലും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടോ, അതോ എല്ലാം മറ്റൊരാളില് സ്പൂൺ ഫീഡിങ് ആയിട്ട് അങ്ങനെ കിട്ടി പോവാണോ എന്നുള്ള നിലയിൽ നോക്കുന്നു. ഇവിടെ അവിടെയും പേഴ്സണാലിറ്റിയുടെ ഒരു ഫാക്ടർ വരുന്നുണ്ട്. നമ്മൾ സ്റ്റേജസ് ഓഫ് എറിക്സന്റെ സ്റ്റേജസ് ഓഫ് തിയറി പഠിപ്പിക്കുന്നുണ്ട്. അവിടെ നമ്മൾ എന്താണ് പഠിപ്പിക്കേണ്ടത്? അവരെ തന്നെ ഒരു ആത്മവിശ്വാസം വരുത്തി അവരെ കൊണ്ടെല്ലാം ചെയ്യിച്ച് പഠിപ്പിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എൻവയൺമെന്റിന്റെ ഭാഗമായിട്ട് അവരുടെ പേഴ്സണാലിറ്റിയിൽ വ്യത്യാസങ്ങൾ വരേണ്ടതാണ്. അപ്പൊ ചെയ്യാത്തത് കൂടെ ഉണ്ടാകും. പിന്നെ ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ കുറയാനും എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ കൂടാനും. അപ്പൊ അതിന്റെ എന്താണ് അതിന്റെ കോൺസിക്വൻസസ് എന്നുള്ളത് മക്കൾ മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾ ചെയ്തപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ്, ഏത് ലെവലിലാണ് നിൽക്കുന്നത് എന്നുള്ളത്. ഇനി അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. ഓക്കെ, അറ്റൻഡൻസ് ഇട്ടോളൂ. വന്നിട്ടുണ്ട്. ഇപ്പൊ മനസ്സിലായിട്ടില്ലെങ്കിൽ ഇവിടെ എഴുതി വിടുക, ഞാൻ പറയും ബാക്കി. എനിക്ക് കേൾക്കാൻ പറ്റണില്ല. മൈക്ക് വെച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ 4 മണിക്കൂർ എടുക്കുമ്പോഴത്തേക്കും എന്റെ എനർജി മുഴുവൻ പോവാണ്. അതുകൊണ്ടാണ്. അറ്റൻഡൻസ് ഇട്ടേ മാം. അറ്റൻഡൻസ് ഷീറ്റിൽ ജസ്റ്റ് എൻട്രി ചെയ്തപ്പോൾ അതിന് ഷെയർ ചെയ്യണ്ടല്ലോ. ആ ഒരു ഷീറ്റ് ഡൗൺലോഡ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. മാം ഡൗൺലോഡ് ചെയ്ത് അതിന്റെ എൻട്രി ചെയ്തിട്ടുണ്ട്, അല്ലാതെ അതിന്റെ മുകളിൽ ഒരു ഗ്രീൻ കളറിൽ ഷെയർ എന്ന് കാണിക്കുന്നുണ്ട്. നമ്മൾ ഷെയർ ഒന്നും ചെയ്യണ്ടല്ലോ, ജസ്റ്റ് എൻട്രി ചെയ്തിട്ടാ പോരെ. അല്ലാണ്ട് കൊണ്ട് മോളെ ഏതോ ഒരു പേജ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്ത് ചെയ്യാൻ പറയുന്നുണ്ട്. നിങ്ങൾ ചെയ്യാം, ഞാൻ ബാക്കി പറയട്ടെ. നമ്മളിപ്പം ഈ ഒരു ഫോർമാറ്റ് കണ്ടിരുന്നു. ആ ഫോർമാറ്റിലേക്ക് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോർമാറ്റ് നിങ്ങൾക്ക് തരും. ഫോർമാറ്റിൽ അപ്ലൈ ചെയ്യാൻ നിങ്ങൾ തനിയും പഠിക്കണം. എവിടെന്നെങ്കിലും എപ്പോഴെങ്കിലും ആരും ചോദിച്ചാലും പറയാൻ പഠിക്കണം. ആദ്യം നമ്മൾ ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന ടൈറ്റിൽ എഴുതി അതിന്റെ എയിം എഴുതണം. എയിം എന്താണ്? ടു മെഷർ ദി പാർട്ടിസിപ്പൻസ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ. ഓക്കെ, ദെൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഇൻട്രൊഡക്ഷൻ. ആദ്യം ടൈറ്റില്, പിന്നെ ഇൻട്രൊഡക്ഷൻ. ഞാൻ പറയുമ്പോൾ മാറുന്നതല്ല, നിങ്ങൾക്ക് അടിച്ചതിനകത്ത് മാറ്റം വന്നതുകൊണ്ടാണ് കേട്ടോ. ദെൻ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ എഴുതേണ്ടത് കോൺസെപ്റ്റ് ഓഫ് ലോക്കസ് ഓഫ് കൺട്രോൾ എഴുതണം. അതാരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് എഴുതണം. ദെൻ പേഴ്സണാലിറ്റി എന്താണെന്ന് എഴുതണം. പേഴ്സണാലിറ്റിയുടെ ഡയമെൻഷൻസ് എഴുതണം. പേഴ്സണാലിറ്റി നിങ്ങൾക്കറിയാം, ടൈപ്പ് പേഴ്സണാലിറ്റി ഉണ്ട്, ട്രേറ്റ് പേഴ്സണാലിറ്റി ഉണ്ട്. അങ്ങനെ പേഴ്സണാലിറ്റിയുടെ ഡയമെൻഷൻസ്, അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ഉണ്ട്, A, B എന്ന് പറഞ്ഞ് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പേഴ്സണാലിറ്റിയുടെ ഡെഫിനിഷൻ എഴുതണം, ഇത് എഴുതണം. ദെൻ ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോളും എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോളും എഴുതണം ഇൻട്രൊഡക്ഷനില്. ദെൻ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ടെസ്റ്റില്, ഈ ടെസ്റ്റില് ആരാ ഓതർ എഴുതണം, ഇതിന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എഴുതണം. തന്നിട്ടുണ്ട് കേട്ടോ. അതെ, നമ്പർ ഓഫ് ഐറ്റംസ് 20 ഐറ്റംസ് ഉണ്ട്. ട്രൂ ഓർ ഫാൾസ് ആണ്. ഡയമെൻഷനും 2 ആണ്. ദെൻ ടൈം ലിമിറ്റ് ഉണ്ടെങ്കിൽ അത് എഴുതണം. അവൈലബിലിറ്റി എഴുതണം, വാലിഡിറ്റി എഴുതണം, സ്കോറിംഗ് എഴുതണം, എങ്ങനെയാണെന്നുള്ളത്. എന്താണ് ഷെയർ ചെയ്തത്? ഇപ്പൊ എന്തോന്ന് ഷെയർ ചെയ്തിട്ടുള്ള അറ്റൻഡൻസിന്റെ ആണെന്ന് തോന്നുന്നല്ലേ? ആണോ? നിങ്ങൾ എനിക്ക് എന്തോന്ന് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. യെസ്, ഓക്കെ. ദെൻ മെത്തേഡില് മെറ്റീരിയൽസ് റിക്വയർഡ്. ഓക്കെ, മെറ്റീരിയൽസ് റിക്വയർഡ് നമുക്കറിയാം. നമുക്ക് എന്താ കിട്ടി? ക്വസ്റ്റ്യനെയർ കിട്ടി. ക്വസ്റ്റ്യനെയറിന്റെ കൂടെ സ്കോറിംഗ് കീ ഉണ്ട്, മാനുവൽ ഉണ്ട്, അതൊക്കെ ഉണ്ട് കേട്ടോ. മാനുവൽ ഉണ്ട്. ദെൻ പെൻസിൽ യൂസ് ചെയ്തു, റെസർ യൂസ് ചെയ്തു, ഇതൊക്കെയാണ് എഴുതേണ്ടത്. ദെൻ എക്സ്പെരിമെന്റൽ പ്രൊഫൈല്. ഇവിടെയാണെങ്കിൽ ഞാനാണ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചത്.
അപ്പൊ എക്സ്പെരിമെന്റൽ പ്രൊഫൈൽ എന്റെയാണ് വരുന്നത്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യും? ഇപ്പം നിങ്ങൾ ഇത് ചെയ്ത് നിങ്ങളുടെ സ്വന്തം ചെയ്യാൻ പഠിച്ചെങ്കിലും അടുത്ത ഒരാളുടെ അടുത്ത് നിങ്ങൾ ഇത് ചെയ്യിപ്പിക്കണം. ഒരു കോപ്പി എടുത്തിട്ട്, അല്ലെങ്കിൽ അത് ഒന്ന് മായ്ച്ചു കളഞ്ഞിട്ട്, പെൻസിൽ കൊണ്ടാണ് ചെയ്തതെങ്കിൽ, അല്ലെങ്കിൽ ഒരു കോപ്പിയോടെ എടുത്തിട്ട് 16 വയസ്സിന് മുകളിലേക്ക്, കഴിവതും ഒരു 13-14 വയസ്സിന് മുകളിലേക്കുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ മതി. പേഴ്സണാലിറ്റി ടെസ്റ്റ് ആയതുകൊണ്ട് ഒരു 60 വയസ്സിന് ബിറ്റ്വീൻ, അപ്പൊ അത് ചെയ്യിപ്പിക്കണം. എന്നിട്ട് ആ റിസൾട്ട് വേണം എഴുതാൻ, സ്വന്തം റിസൾട്ട് എഴുതണ്ട. അപ്പൊ എക്സ്പെരിമെന്റർ നിങ്ങളുമായിരിക്കും, പാർട്ടിസിപ്പന്റ് വേറെ ആരെങ്കിലും ആയിരിക്കും. ദെൻ പ്രൊസീജിയർ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, അവരോട് ഇരിക്കാൻ പറഞ്ഞിട്ട് ഇത് എന്നതാന്ന് പറഞ്ഞു തന്നില്ല, ഞാനും പറഞ്ഞു തന്നില്ലായിരുന്നു, എന്താണെന്ന് പറഞ്ഞു തന്നില്ല, പറഞ്ഞു തരാതെ. അപ്പൊ പ്രിപ്പറേഷൻ, റാപ്പോ, ഇൻസ്ട്രക്ഷൻ, പ്രിക്കോഷൻസ് ഒക്കെ അവിടെ വരും. ദെൻ റിസൾട്ട് എഴുതണം. റിസൾട്ട് എഴുതുമ്പോൾ ലെഫ്റ്റ് സൈഡില് വരച്ചു വെക്കുമ്പോൾ ടൈറ്റിൽ, അതിന്റെ മുകളിൽ ടൈറ്റിൽ എഴുതണം. എന്തെന്ന് പറഞ്ഞ് ടൈറ്റിൽ എഴുതും? റിസൾട്ട് ലോക്സ് ഓഫ് കൺട്രോൾ എന്ന് എഴുതണം. എന്നിട്ട് വേണം എഴുതാന് ലോക്കസ് ഓഫ് കൺട്രോൾ, റിസൾട്ട് ഓഫ് ദി പാർട്ടിസിപ്പന്റ്, രണ്ടാമത്തെ ലൈന്. ദെൻ കോളം വരയ്ക്കുക. ഒന്ന് സീരിയൽ നമ്പർ, നെയിം, സീരിയൽ നമ്പറും നെയിമും. സീരിയൽ നമ്പർ വേണമെന്ന് നിർബന്ധമില്ല, കാരണം ഒരാളല്ലേ ഉള്ളൂ. നെയിം, ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ, എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ, ടോട്ടൽ, ദെൻ ലാസ്റ്റ് ഇന്റർപ്രിറ്റേഷൻ. നെയിം, നെയിമിന്റെ താഴെ ഇനിഷ്യല്, ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ എത്ര കിട്ടി എന്നുള്ളതിന്റെ ടോട്ടല്, എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ എത്ര കിട്ടി എന്നുള്ള ടോട്ടല്, ദെൻ ഗ്രാൻഡ് ടോട്ടല്, രണ്ടും കൂടിയുള്ള ടോട്ടല്. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഇന്റർപ്രിറ്റേഷനും എഴുതി വെക്കണം. ലെഫ്റ്റ് സൈഡിലെ റൈറ്റ് സൈഡില് നിങ്ങളുടെ പറഞ്ഞ് എഴുതിയതിനു ശേഷം ദെൻ രണ്ടാമത്തെ ഇതില് എന്താ പേഴ്സണാലിറ്റി എന്താണെന്നും ലോക്കസ് ഓഫ് കൺട്രോൾ. ഇതിനകത്തൊരു മെസ്സേജ് നിങ്ങൾ തന്നെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ്? ആഫ്റ്റർ എൻ്റർ ദ ഡീറ്റെയിൽസ് ഷെയർ ഇറ്റ് പ്ലേസ് എന്ന് പറഞ്ഞ് രാജേഷ് ഇട്ടിട്ടുണ്ട്. അതൊന്ന് നോക്കിക്കോട് കിട്ടോ. എന്താന്ന് വെച്ചാല് നിങ്ങളത് ഇതിനിടവഴി ചെയ്തു പോണേ. ഞാൻ പറയുന്നത് കേൾക്കുകയും ചെയ്യണം, അതിനിടവഴി ചെയ്യുകയും ചെയ്യൂ കേട്ടോ. ഓക്കെ. ദെൻ സെക്കൻഡ് പാരഗ്രാഫില് ലോക്കസ് ഓഫ് കൺട്രോൾ എന്താണെന്നും അത് പേഴ്സണാലിറ്റി ഡയമെൻഷൻ ആണ് വന്നത്. അപ്പൊ പേഴ്സണാലിറ്റി എന്താണെന്നും ലോക്കസ് ഓഫ് കൺട്രോൾ എന്താണെന്നും, എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ആണെങ്കിൽ അത് എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ്, ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ആണെങ്കിൽ അതെന്താണ്, എങ്ങനെയാണ് എന്നുള്ളത് കൂടി പറയണേ. ദെൻ നെക്സ്റ്റ് വരുന്നത് നിങ്ങളുടെ പാർട്ടിസിപ്പന്റിന്, ഇപ്പൊ നിങ്ങൾ തന്നെയാണ്, നിങ്ങളുടെ പാർട്ടിസിപ്പന്റിന് എത്രയാണ് കിട്ടിയിരിക്കുന്നത്, അതുകൊണ്ട് അവരുടെ ബിഹേവിയർ ഏതൊക്കെ രീതിയിലാണ്, എന്തൊക്കെയാണ് എന്നുള്ളത്, അതിന്റെ ബെനിഫിറ്റും കോൺസിക്വൻസും എന്താണെന്നുള്ളത് എഴുതണം. അപ്പൊ റിസൾട്ട് കഴിഞ്ഞു, ഡിസ്കഷൻ കഴിഞ്ഞു, ദെൻ കൺക്ലൂഷൻ. കൺക്ലൂഷൻ 3 സെന്റൻസ് ഇത്രയാണ് കിട്ടിയിരിക്കുന്നത്. ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ, എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ, അല്ലെങ്കിൽ ടോട്ടൽ ആയിട്ടുള്ളത് എഴുതിയാലും മാത്രം മതി. ഒരു സെന്റൻസ് ആണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ. ദെൻ റെഫറൻസ് APA ഫോർമാറ്റില്. ഓക്കെ. ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് അടിച്ചിട്ടോളൂ, ഞാൻ നോക്കാം. ഇനി അത് വാട്സാപ്പിൽ അടിച്ചിട്ടാലും ഞാൻ കാണും. ഒന്നുമില്ല ഡൗട്ട്. ക്ലിയർ ആയി? ലോക്കസ് ഓഫ് കൺട്രോൾ. ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ യെസ് പറയൂ. ഓക്കെ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടുത്തത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് റോബർട്ട് സ്റ്റെൻബർഗിന്റെ
ഒരു ആർട്ടിക്കിൾ ഉണ്ടോ? നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നേ. ഉണ്ടോ ഇല്ലയോ? കോമൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു 007 എന്നും പറഞ്ഞ് തന്നിട്ടുണ്ട്. ഓക്കെ, ഷെയർ ചെയ്യാം. കാലാഫിറ്റിൻ അല്ല, COVID-19 ആണല്ലേ? അതിന്റെ നോട്ട് എഴുതിയത് മാത്രമേ കയ്യിൽ കാണുന്നുള്ളൂ, അല്ലാതെ എൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ഒരു എന്താ പറയാ, ഇത് യൂണിവേഴ്സിറ്റി തന്നതായിരുന്നല്ലോ മക്കളെ നിങ്ങൾക്ക്. ഒരു കാര്യം പറയാം, ഞാൻ അനസിനോട് ഇടാൻ പറയാം കേട്ടോ. ഓക്കെ, വന്നു. മെർലിനിട്ടിട്ടുണ്ട്. കണ്ടോ? നിങ്ങളൊന്ന് നോക്കിക്കേ, ഒരു 3 പേജ്. ഞാനിട്ടതല്ല, മെർലിനിട്ടത്. ഒരു 3 പേജ്. സ്റ്റേൺബർഗ്സ് ആർട്ടിക്കിൾ. അത് വായിച്ചിട്ടാണ് നിങ്ങളോട് അതിന്റെ ഒരു റിപ്പോർട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് തൊട്ട് മുമ്പ് ഞാൻ എനിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു പോകാം, അല്ലെങ്കിൽ എന്റെ സമയം പോവില്ലേ. സമ്മൺ ലെറ്റ് മീ ഇന്നും പറഞ്ഞൊരു കൊച്ചു വിടുന്നുണ്ടല്ലോ. വിനീത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യുവാണേ. ഇന്റലിജൻസിന്റെ എല്ലാ തിയറിയിലൂടെ ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് പോകാം കേട്ടോ. നമ്മളോട് ഇന്റലിജൻസിന്റെ ബാക്കി തിയറികളെല്ലാം നോക്കാനായിരുന്നു പറഞ്ഞിരിക്കുന്നത്. അപ്പം ഗിൽഫോർഡിന്റെ തിയറി ഉണ്ട്, SI മോഡല്, സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കണ്ടൻസ് 3 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കണ്ടൻസ്, ഓപ്പറേഷൻസ്, പ്രോഡക്ട്സ്. കണ്ടന്റിന്റെ ഉള്ളിൽ വരുന്നത് വിഷ്വൽ, ഓഡിറ്ററി, സിംബോളിക്, സെമാന്റിക്, ബിഹേവിയറൽ. കണ്ടന്റ്സിന് ഉള്ളിൽ വരുന്നത് ഒരു 150 ഫാക്ടേഴ്സ് ആണ്. അതിന്റെ ആ ഒരു എന്താ പറയാ, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ളതാണ് നമുക്ക് തന്നിരിക്കുന്നത് കേട്ടോ. കണ്ടന്റ്സിൽ തന്നിരിക്കുന്നത് വിഷ്വല്, ഓഡിറ്ററി, സിംബോളിക്, സെമാന്റിക്, ബിഹേവിയർ. ദെൻ അടുത്തത് ഓപ്പറേഷൻ, ഇവാലുവേഷൻ, ദെൻ കോഗ്നിഷൻ, മെമ്മറി, ഡൈവേർജന്റ് തിങ്കിങ്, കൺവേർജന്റ് തിങ്കിങ് ആൻഡ് ഇവാലുവേഷനെ. അപ്പൊ കണ്ടൻസ് തന്നു,
ദെൻ ഓപ്പറേഷൻസ് തന്നു. കണ്ടന്റ്സ് നമ്മൾ ഏതൊക്കെയാ കിട്ടിയത്? നമ്മൾ കാണുന്നത്, കേൾക്കുന്നത്, സിംബോളിക് ആയിട്ട് അല്ലെങ്കിൽ സിമാൻറ്റിക്കോ അർത്ഥം മനസ്സിലാക്കിയിട്ട് ബിഹേവിയറൽ, ഇത്രയുമാണ് കണ്ടന്റ്സ് തന്നത്. കണ്ടന്റ്സ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് നമ്മുടെ ഇതിൽ നടക്കുന്നത് ഓപ്പറേഷൻസ് ആണ്. കോഗ്നിറ്റീവില്, മെമ്മറിയില്, തിങ്കിങ്ങില്, ഡൈവേർജന്റ് തിങ്കിങ്, കൺവേർജന്റ് തിങ്കിങ്, ദെൻ ഇവാലുവേഷൻ. ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാല് പ്രോഡക്ട്സ് വന്നിട്ട് യൂണിറ്റ്സ്, ക്ലാസസ്, റിലേഷൻസ്, സിസ്റ്റംസ്, ട്രാൻസ്ഫോർമേഷൻസ് ആൻഡ് ഇംപ്ലിക്കേഷൻസ്. യൂണിറ്റ്സ്, ക്ലാസസ്, റിലേഷൻസ്, സിസ്റ്റംസ്, ട്രാൻസ്ഫോർമേഷൻസ് ആൻഡ് ഇംപ്ലിക്കേഷൻസ്. നിങ്ങളിത് ഫസ്റ്റ് ഇയറിൽ പഠിച്ച തിയറിയാണ്. ഞാൻ ഇതിലൂടെ ജസ്റ്റ് ഒന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നേ ഉള്ളേ. രണ്ടാമത് വന്നിരിക്കുന്നത് മൊണാർക്കിക് തിയറിയാണ്. മൊണാർക്കിക് തിയറി എന്ന് പറയുമ്പോൾ യൂണിറ്ററി തിയറിയാണ്. ഒരൊറ്റ ഫാക്ടറേ ഉള്ളൂ ഇന്റലിജൻസിന് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വന്നിട്ട് 2 ഫാക്ടർ തിയറിയാണ് സ്പിയർമാന്റെ 2 ഫാക്ടർ തിയറിയില് ജനറൽ ഫാക്ടറും പറയുന്നുണ്ട്, സ്പെസിഫിക് ഫാക്ടറും പറയുന്നുണ്ട്. ജനറൽ ഫാക്ടർ എന്ന് പറയുമ്പം അതൊരു ഇന്നേറ്റ് കപ്പാസിറ്റിയാണ്, ജന്മസിദ്ധമായിട്ട് കിട്ടിയിരിക്കുന്ന കപ്പാസിറ്റിയാണ്. അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മോഹൻലാലിന് അഭിനയം, അതൊരു ജന്മസിദ്ധമായിട്ട് കിട്ടിയിരിക്കുന്നതാണ്. അതിനോടനുബന്ധിച്ച് അക്വയർ ചെയ്തെടുത്ത കുറെ സ്പെസിഫിക് ഇന്റലിജൻസ് ഉണ്ട്. അതായത് ഡ്രൈവിംഗ് ചെയ്യുക, മ്യൂസിക്, ലാംഗ്വേജ്, വൊക്കാബുലറി, സ്വിമ്മിങ്, അങ്ങനെ സ്പെസിഫിക് ആയിട്ട് കുറെ കാര്യങ്ങൾ കൂടി ആള് അക്വയർ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം ജനറൽ ഫാക്ടറിന്റെ കൂടെ ആള് വേറെ കുറെ അധികം സ്പെസിഫിക് ഫാക്ടേഴ്സും. അപ്പം സ്പിയർമാന്റെ 2 ഫാക്ടർ തിയറി. മൾട്ടി ഫാക്ടർ തിയറി ഉണ്ട്. തോണ്ടേക്ക് പറയുന്നതിനകത്ത് ന്യൂമറിക്കൽ റീസണിങ്, വൊക്കാബുലറി, ക്ലാസിഫിക്കേഷൻ, സെന്റൻസ് കംപ്ലീഷൻ, ഇങ്ങനെയുള്ള കുറച്ച് ഇന്റലിജൻസിനെ കുറിച്ചാണ് തോണ്ടേക്ക് പറയുന്നത്. ദെൻ പ്രൈമറി മെന്റൽ എബിലിറ്റീസ് തേഴ്സ്റ്റന്റെ ഉണ്ട്. അത് വന്നിട്ട് വെർബൽ കോംപ്രിഹെൻഷൻ, വേർഡ് ഫ്ലുവൻസി, നമ്പർ, സ്പേസ്, മെമ്മറി, പെർസെപ്ച്വൽ സ്പീഡ്, റീസണിങ്. ഇത്രയും കാര്യങ്ങളാണ് പ്രൈമറി മെന്റൽ എബിലിറ്റിയിൽ തേഴ്സ്റ്റൺ പറയുന്നത്. വെർബൽ കോംപ്രിഹെൻഷൻ 7 വേർഡ് ഫ്ലുവൻസി, നമ്പർ, സ്പേസ്, മെമ്മറി, പെർസെപ്ച്വൽ സ്പീഡ്, റീസണിങ്. ഏകദേശം ഒന്ന് ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. ദെൻ ആൽബർട്ട് ബിനയുടെ മെന്റൽ ഏജും, ദാറ്റ് മീൻസ് IQ is equal to MA/CA × 100. അപ്പൊ IQ അളക്കുന്നത്. ഈ തിയറികളിൽ എല്ലാത്തിലും കൂടി ഒന്ന് ടച്ച് ചെയ്ത് പോവാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, എല്ലാം വായിക്കാൻ. ഇനി സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഇത് കൂടാതെ ഗാർഡനറുടെ തിയറിയും സ്റ്റെൻബർഗിന്റെ ട്രയാക്കിക് തിയറിയുമാണ് നമ്മളോട് കൂടുതലായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം ഗാർഡനറുടെ തിയറി എന്താണ് പറയുന്നത്. ഗാർഡനറുടെ തിയറിയില് 9 ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് ബുദ്ധിയെ. അതില് ഫസ്റ്റ് വൺ ബോഡിലി കൈനസ്തെറ്റിക് ഇന്റലിജൻസ്. നമുക്ക് എന്താ പറയാ, ശാരീരിക ക്ഷമത. ശാരീരിക ക്ഷമത എന്ന് പറയുമ്പം നമ്മുടെ ഓൾ ബോഡി പാർട്സിൽ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്നത്. അതായത് എബിലിറ്റി ടു യൂസ് മെന്റൽ എബിലിറ്റീസ് ടു കോർഡിനേറ്റ് ബോഡിലി മൂവ്മെന്റ്സ്. എല്ലാ കാര്യങ്ങളും ബോഡി കൊണ്ട് ചെയ്യുന്ന നമ്മൾ എന്തെല്ലാം ചെയ്യുന്നുണ്ടോ അതെല്ലാം ബോഡിലി കൈനസ്തെറ്റിക് ഇന്റലിജൻസിൽ വരുന്നു. ദെൻ രണ്ടാമത് വരുന്നത് വെർബൽ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് ആണ്. വെർബൽ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസിൽ വരുന്നത് സംസാരിക്കാനുള്ള ആ ഒരു കഴിവ്, സ്പോക്കൺ ആൻഡ് റിട്ടൺ ലാംഗ്വേജിലുള്ള ഒരു കഴിവ്, ഏറ്റവും കൂടുതൽ എബിലിറ്റി വരുന്നുണ്ടോ എന്നുള്ളത്, ലാംഗ്വേജ് കപ്പാസിറ്റി ടു യൂസ് ലാംഗ്വേജ്, ദെൻ അക്കംപ്ലിഷ് സർട്ടൺ ഗോൾസ്. ആ രീതിയിൽ ഒരു ഇൻഡിവിജ്വലിന് ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് എത്രമാത്രം വരുന്നുണ്ട്, അത് തിങ്ക് ചെയ്യാനും തോട്ട് ചെയ്യാനും ഇന്റേണൽ ലാംഗ്വേജും അത് അപ്ലൈ ചെയ്യാനും ഒക്കെയുള്ള
പല രീതിയിലുള്ള കോണ്ടെക്സ്റ്റിൽ ചെയ്യാനുള്ള കഴിവുകൾ. ദെൻ ലോജിക് ഓഫ് മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്. ഈ ഒരു ഇന്റലിജൻസ് റീസണിങ് കപ്പാസിറ്റി ഉണ്ടാവും, സയന്റിഫിക്കലി ആവും, ഐഡന്റിഫൈ റിലേഷൻഷിപ്സ്, കംപ്ലീറ്റിംഗ് പസിൽസ്, അങ്ങനെയൊക്കെ ഉള്ളത് ചെയ്യാനുള്ള കപ്പാസിറ്റിയുള്ള മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്. ദെൻ നെക്സ്റ്റ് മ്യൂസിക്കൽ ഇന്റലിജൻസ്. മ്യൂസിക്കൽ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ ടു റെക്കഗ്നൈസ് ആൻഡ് കമ്പോസ് മ്യൂസിക്കൽ പിച്ചസ്, ടോൺസ്, റിതംസ്. പിന്നെ എവിടെന്നെങ്കിലും പാട്ട് കേട്ടാൽ അത് തിരിച്ചറിയാൻ പറ്റുന്നവര്, പാട്ട് പാടാൻ കഴിവുള്ളവര്, അത് പാടാൻ മാത്രമല്ല അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇന്റലിജൻസും. ദെൻ സ്പേഷ്യൽ ഇന്റലിജൻസ്. സ്ഥലം, ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വിട്ടാൽ ആ സ്ഥലത്ത് വീണ്ടും ചെല്ലുമ്പോൾ അത് തിരിച്ചറിയാൻ പറ്റുന്നത്. എന്നെ പോലെയുള്ളവരൊക്കെ ആണെങ്കിൽ 10 പ്രാവശ്യം പോയാലും വഴി അറിയത്തുണ്ടാവില്ല. അപ്പം നല്ലപോലെ ആ ഒരു സ്ഥലത്തെ കുറിച്ച് വേൾഡ് മാപ്പ് ഉണ്ടാക്കാന്, അല്ലെങ്കിൽ ബിൽഡിംഗ് പണിയാൻ അറിയാവുന്നവര്, അതിന്റെ സ്കെച്ച് ചെയ്യാൻ അറിയാവുന്നവര്. അപ്പൊ അതേപോലെ സ്പേഷ്യൽ ഇന്റലിജൻസ്, സ്ഥലകാല ബോധമേ. ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്, രാഷ്ട്രീയക്കാർക്കും ടീച്ചേഴ്സിനും ഒക്കെ വേണ്ടതാണ് ഇന്റർപേഴ്സണൽ. കൂടുതലൊരു അവരുമായിട്ട് മിങ്കിൾ ചെയ്യാനും സംസാരിക്കാനും ഒരു എബിലിറ്റി മറ്റുള്ളവരുമായിട്ട്. ദെൻ ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ്, ഉള്ളിലേക്കുള്ളതാണ്. അത് പോയറ്റ്സ്, പിന്നെ അതുപോലെ എഴുതുന്നവര്, ചിത്രരചന ചെയ്യുന്നവര്, അവർക്കൊക്കെയാണ് എന്തുള്ളത്, ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ്. അപ്പൊ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസും ഉണ്ട്, ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസും ഉണ്ട്. നെക്സ്റ്റ് വന്നത് നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് ആണ്. നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് എന്ന് പറഞ്ഞാല് എൻവയോൺമെന്റിനെ കുറിച്ച് പഠിക്കാന്, എൻവയോൺമെന്റിന്റെ ഫ്യൂച്ചേഴ്സിനെ കുറിച്ച് പഠിക്കാന്, ദെൻ ജോഗ്രഫി പഠിക്കാൻ താല്പര്യമുള്ളവര്, അതേപോലെ തന്നെ ഒരു ഫോറസ്റ്റിനെ കുറിച്ച് പഠിക്കാന്, പക്ഷിശാസ്ത്രത്തെ കുറിച്ച് പഠിക്കാന്, നാച്ചുറലി എല്ലാ കാര്യങ്ങളെ കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ളവര് കേട്ടോ. അപ്പൊ ആ രീതിയിലുള്ളത് ഈ 8 എണ്ണവും ഏകദേശം നമ്മൾ പറയുകയാണെങ്കിൽ ലേണിംഗ് തിയറിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഈ 8 ഇന്റലിജൻസ് ഇപ്പൊ ഗാർഡനറുടെ പറഞ്ഞത് 9 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അതിൽ 8 എണ്ണവും എന്താണ്, ലേണിംഗ് തിയറിയുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. എന്നാൽ ഒരെണ്ണം അവിടെ ബാക്കി വെച്ചിട്ടുണ്ട്. നാച്ചുറലിസ്റ്റിക്കും കുറച്ച് ഇതുമായി മാറി നിൽക്കുന്നുണ്ട്, എന്നാൽ പോലും അതും ലേണിംഗ് തിയറിയായിട്ട് നമുക്ക് ബന്ധിക്കാൻ പറ്റും. ഇനി എസിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ്, ഈ ഗാർഡനറുടെ ലാസ്റ്റ് 2 തിയറി അവിടെ നമ്മൾ മനസ്സിൽ ഓർത്ത് വെക്കണേ. ഒരെണ്ണം നാച്ചുറലിസ്റ്റിക് ആണ്, അതുമായി ബന്ധപ്പെട്ട് എന്താ പറയുക, കൂടുതൽ ഇന്റലിജന്റ് ആയിട്ടുള്ളവര്. ദെൻ എസിസ്റ്റൻഷ്യൽ, എന്തിനു വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്, എന്റെ ജീവിതത്തിന്റെ അർത്ഥങ്ങൾ എന്താണ്, ദെൻ ഈ ജീവിതം കഴിഞ്ഞ് അടുത്ത ഒരു പുനർജന്മം ഉണ്ടോ, അല്ലെങ്കിൽ അടുത്ത് എന്താണ്, ഈ പവർ എങ്ങോട്ടാണ്, നമ്മുടെ ഉള്ളിൽ ഒരു പവർ ഉണ്ട്, അത് എങ്ങോട്ടാണ് പോകുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ ബുധനെ പോലെ ഇതേക്കുറിച്ചൊക്കെ കൂടുതൽ അതേക്കുറിച്ച് അറിയാനുള്ള കൂടുതൽ ഇന്റലിജന്റ് ഉള്ളവര്. അപ്പൊ 2 ഇന്റലിജൻസ് അവിടെ നിൽക്കുന്നുണ്ട്. ലാസ്റ്റ് നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് ഉണ്ട്, നേച്ചറിനെ സ്നേഹിക്കുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടതെല്ലാം പഠിക്കുക എന്നുള്ളവര്, ലേണിംഗ് തിയറിയുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നതെങ്കിൽ പോലും. എന്നാൽ എസിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് ലേണിംഗ് തിയറി യാതൊരു ബന്ധവുമില്ലാതെ മാറി നിൽക്കുകയാണ്. അതായത് ഞാൻ എന്തിനാണ് ജനിച്ചത്, മീനിങ് ഓഫ് ലൈഫ്, വൈ വി ആർ ബോൺ, വൈ ഡു വി ഡൈ, വാട്ട് ഈസ് ദ കോൺഷ്യസ്നെസ്, ദെൻ ഹൗ ഡിഡ് വി ഗെറ്റ് ഹിയർ, എന്തിനാ ഈ ഭൂമിയിലേക്ക് വന്നത്, അങ്ങനെയുള്ള ആ ഒരു ഇന്റലിജൻസ് ഉള്ളവർ കേട്ടോ. ഇത്രയുമാണ് ഗാർഡനറുടെ ഇന്റലിജൻസ്. ഈ ഗാർഡനറുടെ ഇന്റലിജൻസിലെ ലാസ്റ്റ് 2 എണ്ണം എടുത്ത് നമ്മളങ്ങ് മാറ്റി വെച്ചിട്ട് ബാക്കിയൊക്കെ നമ്മൾ വിട്ടുകളഞ്ഞെന്നല്ല, അത് എടുത്തു വെച്ചു. ഇനി നമുക്ക് സ്റ്റേൺബർഗിന്റെ ഇന്റലിജൻസിലേക്ക് ഒന്ന് പോയി നോക്കാം. സ്റ്റേൺബർഗിന്റെ ഇന്റലിജൻസിൽ അദ്ദേഹം പറയുന്നത് ഒന്ന് എക്സ്പീരിയൻസിലൂടെ 3 തരംതിരിച്ചിട്ടുണ്ട്. ആദ്യം ഇന്റലിജൻസിന്റെ ഡെഫിനിഷൻ ഓർത്തിരിക്കണേ, എന്ന് പറയാൻ മറന്നുപോയി, പറയാൻ കേട്ടോ. ലാസ്റ്റ് ലേൺ ഫ്രം എക്സ്പീരിയൻസ്, ഒന്ന് നമ്മളുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ പഠിക്കുന്നു, ലേണിംഗ് തിയറിയുമായി ബന്ധപ്പെട്ട് പോകുന്നു. റെക്കഗ്നൈസ് ദ പ്രോബ്ലംസ് നമ്മൾ മനസ്സിലാക്കുന്നു, അത് നമ്മുടെ എൻവയോൺമെന്റുമായിട്ട് നമ്മൾ യോജിപ്പിച്ചു പോകുന്നു. അതായത് നമ്മൾ അനുഭവത്തിൽ നിന്ന് പഠിക്കുന്നു, എക്സ്പീരിയൻസിൽ നിന്ന്. 2 നമ്മുടെ പ്രശ്നങ്ങളെ നമ്മൾ അറിയുന്നു, ആ പ്രശ്നങ്ങളെ നമ്മൾ എത്രമാത്രം പരിസ്ഥിതിയുമായിട്ട് അല്ലെങ്കിൽ എൻവയോൺമെന്റുമായിട്ട് യോജിച്ച് അതിനെ സോൾവ് ചെയ്യാൻ നോക്കുന്നു. ദെൻ 3ാമതൊന്നുണ്ട്, നമുക്ക് ചുറ്റും ഒരു ലോകമുണ്ട്, പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ്. അത് എങ്ങനെ പരിഹരിക്കണം, എൻവയോൺമെന്റുമായിട്ട് സോൾവ് ദ പ്രോബ്ലംസ്, അതായത് എൻവയോൺമെന്റുമായിട്ട് കൂടി യോജിച്ച്
അത്രയും എൻവയോൺമെന്റുമായിട്ട് ഇഴുകിച്ചേർന്ന് വേണം നമ്മൾ ജീവിക്കാനെന്നും അതുപോലെ തന്നെ എൻവയോൺമെന്റിനെ നിലനിർത്തിക്കൊണ്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കണമെന്നും. അപ്പൊ ഇത്രയും നാളും ഇവരൊക്കെ പറഞ്ഞപ്പോൾ മറ്റു പല ഇന്റലിജൻസിനും അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. എന്നാൽ ഇപ്പൊ ഈ പറഞ്ഞ ഈ രണ്ട് ഇന്റലിജൻസ് ലാസ്റ്റിലേക്ക് വന്നപ്പോൾ സ്റ്റേൺബർഗും ഗാർഡനറും ലാസ്റ്റ് വന്നപ്പോഴത്തേക്കും അവരെന്താണ് പറഞ്ഞത്? യെസ്, എൻവയോൺമെന്റിനെ നിലനിർത്തിക്കൊണ്ട് പോകണം. അവിടെ നമ്മൾ ആ എൻവയോൺമെന്റിനെ സ്നേഹിക്കുകയും അതിനെ നിലനിർത്തുകയും ചെയ്താൽ മാത്രമേ നമ്മുടെ ഏതൊക്കെ ഇന്റലിജൻസ് ഉണ്ടെങ്കിലും അഡാപ്റ്റീവ് ഇന്റലിജൻസ് ഇല്ലെങ്കിൽ നമുക്ക് നിലനിന്ന് പോവാൻ സാധിക്കുകയില്ല എന്ന ഒരു രീതിയിലേക്ക് അവർ എത്തിയിരിക്കുകയാണ്. അതിനുശേഷമാണ് അവർ അഡാപ്റ്റീവ് ഇന്റലിജൻസ് എന്ന ഒരു ടേം കൊണ്ടുവരികയും അത് COVID-19 നിങ്ങൾക്ക് ഒരു ആർട്ടിക്കിൾ തരികയും ചെയ്തത്. എന്നിട്ട് നിങ്ങളോട് ആ ആർട്ടിക്കിൾ വായിക്കാനും എന്നിട്ട് എല്ലാ ഇന്റലിജൻസ് തിയറിയിലൂടെയും വായിച്ചു പോയിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? അതിനാണ് ഞാൻ എല്ലാ ഇന്റലിജൻസ് തിയറിയിലും ഒന്ന് തൊട്ട് പോയത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാ ഇന്റലിജൻസ് തിയറിയും ആദ്യം ഇന്റലിജൻസ് എന്താണെന്ന് അറിയണം. ഇന്റലിജൻസ് ഇസ് ദ ഗ്ലോബൽ കപ്പാസിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ ടു ആക്ട് പർപ്പസ്ഫുള്ളി, ടു തിങ്ക് റാഷണലി ആൻഡ് ടു ഡീൽ എഫക്റ്റീവ്ലി വിത്ത് ഹിസ് എൻവയോൺമെന്റ്. ഈ ഒരു ഡെഫിനിഷൻ നിങ്ങൾ ഓർത്തിരിക്കണം. ടു ആക്ട് പർപ്പസ്ഫുള്ളി, ടു തിങ്ക് റാഷണലി ആൻഡ് ടു ഡീൽ എഫക്റ്റീവ്ലി വിത്ത് ഹിസ് എൻവയോൺമെന്റ്. ഓരോരുത്തരുടെ എൻവയോൺമെന്റുമായിട്ട് എഫക്റ്റീവായിട്ട്. അപ്പൊ ഏത് ഇന്റലിജൻസ് ആണ് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് എന്ന്. ബാക്കി എന്തെല്ലാം ഇന്റലിജൻസ് ഉണ്ടെങ്കിലും, ഇപ്പൊ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ മ്യൂസിക്കൽ ഇന്റലിജൻസ്, ഇതെല്ലാം നിങ്ങളിൽ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അഡാപ്റ്റീവ് ഇന്റലിജൻസ് ഇല്ലെങ്കിൽ എൻവയോൺമെന്റിനെ സുരക്ഷിതമായി കൊണ്ടുപോയി അതുമായി രമ്യതയിൽ പോയി അതിന്റെ പ്രോബ്ലംസിനെ സോൾവ് ചെയ്ത് കൊണ്ടുപോകാനുള്ള അഡാപ്റ്റീവ് ഇന്റലിജൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്കിനി നിങ്ങളുടെ IQ ലെവൽ എത്ര വലുതാണെങ്കിലും അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല എന്നുള്ളതാണ് പറയുന്നത്. COVID-19 ഒരു പശ്ചാത്തലത്തില് സ്റ്റേൺബർഗും അതേപോലെ തന്നെ ഗാർഡനറും പറഞ്ഞു വെച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആർട്ടിക്കിളിൽ അവർ പറയുന്നത്, അവരത് വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞു കഴിഞ്ഞതാണ്. നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസും എസിസ്റ്റൻഷ്യൽ ഇന്റലിജൻസും അതേപോലെ തന്നെ ഇവിടെ എക്സ്പെരിമെന്റൽ ഇന്റലിജൻസ് ഉണ്ട്. ഇദ്ദേഹം പറയുന്ന ഇന്റലിജൻസിനെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒന്നുകൂടി ഇതായിട്ടാണ് പറഞ്ഞത്. പ്രാക്ടിക്കൽ ഇന്റലിജൻസ് ഉണ്ട്, ക്രിയേറ്റീവ് ഇന്റലിജൻസ് ഉണ്ട്, അനലിറ്റിക്കൽ ഇന്റലിജൻസ് ഉണ്ട്. പ്രാക്ടിക്കൽ ഇന്റലിജൻസും കൂടി വേണമെന്നുള്ള സ്റ്റേൺബർഗിന്റെ മൂന്നാമത്തെ പോയിന്റും അതേപോലെ തന്നെ ഗാർഡനറുടെ തിയറിയിലെ 8th, 9th പോയിന്റും കൂടെ നമ്മളൊന്ന് യോജിപ്പിച്ചു കഴിഞ്ഞാൽ അഡാപ്റ്റീവ് ഇന്റലിജൻസ് ആയിട്ട് വരികയാണ് അവിടെ വരുന്നത്. അപ്പൊ നിങ്ങൾ ഈ തിയറികളെല്ലാം ഒന്ന് വായിക്കണം, ഡെഫിനിഷൻ നോക്കണം. ഡെഫിനിഷൻ നോക്കുമ്പോൾ ഞാനിപ്പോ പറഞ്ഞ പോലെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ ഇതാണ് അതിനകത്ത് വരുന്നത്. അത് നോക്കുക, എന്നിട്ട് ഈ തിയറി ഒന്ന് യോജിപ്പിക്കുക, എന്നിട്ട് അഡാപ്റ്റീവ് ഇന്റലിജൻസ് വേണമെന്നുള്ളത് നോക്കുക. ഇനി നിങ്ങൾ വേറെയും പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കൂടാതെ പിയാഷെയുടെ തിയറിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട് അസിമിലേഷൻ, അക്കമഡേഷൻ, ഇക്വിലിബ്രിയം. അതിൽ രണ്ടാമത് വരുന്നത് അസിമിലേഷൻ, അക്കമഡേഷൻ. അവിടെയും ഈ അഡാപ്റ്റീവ് ഇന്റലിജൻസിന്റെ വരുന്നുണ്ട്. അവിടെ അക്കമഡേറ്റ് ചെയ്യാണ് രണ്ട് എൻവയോൺമെന്റിനെ അങ്ങോട്ട്. ആദ്യമൊന്ന് ജന്മസിദ്ധമായിട്ടുണ്ട്, മറ്റൊന്ന് എൻവയോൺമെന്റിൽ നിന്ന് പഠിക്കുകയാണ്. എന്നിട്ടാണ് അവിടെ ഇക്വിലിബ്രേഷൻ വന്നത്. ഇക്വിലിബ്രേഷൻ വരുമ്പോഴാണ് ഹ്യൂമൻ ബീങ് നിലനിൽക്കുന്നത്. അഡാപ്റ്റീവ് ഇന്റലിജൻസ് തന്നെയാണ് അവിടെയും വന്നു വരുന്നത്. അപ്പം ഇവരെല്ലാവരും പറയുന്നതിൽ ആ എൻവയോൺമെന്റിനെ ഒപ്പം കൊണ്ടുപോകേണ്ടത് ഹ്യൂമൻ ബീങ്ങിന്റെ ആവശ്യമാണ്. ബാക്കി ഏതൊക്കെ ഇന്റലിജൻസിൽ നിങ്ങൾ ഉയരത്തിൽ നിന്നാലും അഡാപ്റ്റീവ് ഇന്റലിജൻസ് നിങ്ങളിൽ ഉണ്ടാവണം. വരും തലമുറയിലേക്ക് അത് അക്വയർ ചെയ്യാനും ലേൺ ചെയ്യാനും ഒക്കെ അവരെ പഠിപ്പിച്ചു കൊണ്ടുപോകണം എന്നുള്ളതാണ് ഇപ്പോഴീ ആർട്ടിക്കിളിൽ. ഈ ആർട്ടിക്കിൾ നിങ്ങൾ വായിക്കുക, അത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. ആർട്ടിക്കിൾ വായിക്കുക, എന്നിട്ട് അതേപോലെ എഴുതുക എന്നുള്ളത്. അത് എഴുതാനുള്ള ഫോർമാറ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഞാനിപ്പോ ഞാനിട്ടത് അതാണ് വന്നിരിക്കുന്നത്. നിങ്ങളൊന്ന് നോക്കൂ കേട്ടോ. അത് നോക്കിക്കേ. എന്തെങ്കിലും മനസ്സിലായോ? എന്തെങ്കിലും ഒരു റിപ്ലൈ താ. കുറച്ചെങ്കിലും മനസ്സിലായെങ്കിൽ അത്രയെങ്കിലും. യെസ് മാം, മനസ്സിലായി. ഞാൻ കൂടെ ഒന്ന് നോക്കാം കേട്ടോ.
പറയാവേ അത് കഴിഞ്ഞിട്ട്. ഞാൻ ഇട്ടതും സെയിം സാധനമായിരുന്നോ? അല്ല. അഡാപ്റ്റീവ് ഇന്റലിജൻസ് എഴുതേണ്ടതാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്, കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ കൊടുത്തിരിക്കുന്നതിനകത്ത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടേ ഉള്ളൂ ഏതൊക്കെ ഇന്റലിജൻസ് എന്ന്. നിങ്ങളാണ് അതിനെ കണക്ട് ചെയ്യേണ്ടതും. അത് കണക്ട് ചെയ്തിട്ട്, കാരണം സ്റ്റേൺബർഗിന്റെ തിയറി ഉണ്ട്, ട്രാക്ക് തിയറി ഉണ്ട്, അതേപോലെ തന്നെ ഗാർഡനറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി ഉണ്ട്. ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. സ്റ്റേൺബർഗ് അതെ ട്രാക്ക് തിയറി എന്ന് കൊടുത്തിട്ടുണ്ട്. 3 ആസ്പെക്ട്സും കൊടുത്തിട്ടുണ്ട്, അനലിറ്റിക്കല്, ക്രിയേറ്റീവ്, പ്രാക്ടിക്കല്. ദെൻ ഗാർഡനറുടെ തിയറിയും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് എവിടുന്നാണ് എങ്ങോട്ടാണ് ലിങ്ക് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ പഠിക്കണം കേട്ടോ. ദെൻ എയിം എഴുതണം, കൊടുത്തിട്ടുണ്ട്. എയിം, പർപ്പസ് ഓഫ് ദ ടെസ്റ്റും കൊടുത്തിട്ടുണ്ട്, മെത്തേഡ് കൊടുത്തിട്ടുണ്ട്. ദെൻ മെറ്റീരിയൽസ് കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്, പ്രൊസീജിയർ, പ്രിക്കോഷൻസ്. ദെൻ റിപ്പോർട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. അതിനകത്ത് ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഐക്യുവിനെ നമ്മൾ എങ്ങനെ, ഐക്യു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എന്താ നോക്കുന്നത്? അവർക്ക് എത്രമാത്രം എന്തുണ്ടെന്നാ നോക്കുന്നത്? എൻവയോൺമെന്റുമായിട്ടുള്ളതല്ല നമ്മൾ നോക്കുന്നത്, പകരം അവര് ബുദ്ധിപരമായിട്ട് ഇവർക്ക് മാത്സിൽ ഇത്ര ഇതുണ്ട്, അല്ലെങ്കിൽ ഇത്ര കപ്പാസിറ്റി ഉണ്ടെന്നാണ് നോക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും അഡാപ്റ്റീവ് ഇന്റലിജൻസ് വേണം. റിയൽ ലൈഫില് ജീവിക്കാനുള്ള ഇന്റലിജൻസ് ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇമോഷണൽ ഇന്റലിജൻസ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല, അതേപോലെ തന്നെ അഡാപ്റ്റീവ് ഇന്റലിജൻസ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അപ്പൊ അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യണം കേട്ടോ. എന്താ മിണ്ടാത്തെ? എന്തെങ്കിലും ഒരു മറുപടി പറയേ. മാം ഇപ്പൊ വായിച്ചില്ലേ ഇതിന്റെ ഓർഡർ ഒക്കെ? മെർലിൻ പറയുന്നത് എനിക്ക് കേൾക്കത്തില്ല. നോട്ടായിട്ട് എഴുതി വിടുകയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും പറയാം. വിചാരിക്കുന്നു. ഓക്കെ മാഡം കേൾക്കാമോ? ആ മാഡം, അപ്പൊ ഇത് മാഡം പറയുന്നത് ഈ ആർട്ടിക്കിൾ നമ്മൾ വായിച്ചു നോക്കിയിട്ട് ഇനി നമ്മൾ ഇതിന്റെ റിപ്പോർട്ട് ഉണ്ടാക്കണം, അങ്ങനെയാണോ? വായിച്ചിട്ട് വേണം നിങ്ങൾ എഴുതാൻ. നിങ്ങളോട് ബാക്കി ഇന്റലിജൻസ് തിയറികളെല്ലാം വായിച്ചിട്ട് ഈ ആർട്ടിക്കിളും കൂടെ വായിച്ചിട്ട് ഒരു ക്രിട്ടിക്കൽ ഇവാലുവേഷൻ നടത്തേണ്ടി വരും. കാരണം ഇത്രയും നാളും നമ്മൾ ഇന്റലിജൻസിനെ കണ്ടിരുന്നത് എങ്ങനെയാണ് എന്നും, ഇന്നിപ്പോ COVID-19 വന്നപ്പം നമ്മുടെ ഇന്റലിജൻസ് ഒന്നും അവിടെ പ്രവർത്തിച്ചിട്ടില്ല. പ്രവർത്തിക്കാൻ പറ്റുന്ന അഡാപ്റ്റീവ് ഇന്റലിജൻസ് ആയിരുന്നില്ല നമുക്ക് ഉണ്ടായിരുന്നത്. ഏറ്റവും കൂടുതൽ അഡാപ്റ്റീവ് ഇന്റലിജൻസ് എന്നൊരു വേർഡ് തന്നെ അവർ ഇപ്പോഴാണ് കൊണ്ടുവരുന്നത്. അത് വരാനുണ്ടായ സാഹചര്യവും. അപ്പൊ നിങ്ങൾ ഈ ആർട്ടിക്കിള് വളരെ നന്നായിട്ട് തന്നിട്ടുണ്ട്, അപ്പൊ അത് നോക്കിയിട്ട് കേട്ടോ. അതുപോലെ മാഡം, അതുപോലെ ലോക്കസ് ഓഫ് കൺട്രോളിന്റെ ഈ ഇപ്പൊ മാഡം അയച്ചു തന്നാലെ ഫോർമാറ്റ് ഒന്നുകൂടി അയച്ചു തരുമോ? ലോക്കസ് ഓഫ് കൺട്രോൾ എക്സ്പെരിമെന്റിന്റെ സെക്കൻഡേ, ഇങ്ങോട്ട് പറയണ കേൾക്കണില്ലേ? മൊബൈലൊന്ന് മാറ്റി വെച്ച് നോക്കാം. ഹലോ മാം. പറഞ്ഞോളൂ. ഇവിടെ മെത്തേഡില് പാർട്ടിസിപ്പൻസ് പ്രൊഫൈൽ പറയുന്നുണ്ടല്ലോ, എക്സ്പെരിമെന്റ് ഹിംസെൽഫ് ഓർ ഹെർസെൽഫ്. അതാരാണ്? നമ്മൾ തന്നെയാണ്? എക്കോ വരുന്ന എന്റെ അല്ല കേട്ടോ ഫദർ. ഞാൻ ഒരെണ്ണം ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ളൂ, ഒരെണ്ണം ഞാൻ ഓഫ് ചെയ്ത് വെച്ചു. ഒരെണ്ണം ഓഫാണ്. ഓക്കെ. പാർട്ടിസിപ്പൻസ് പ്രൊഫൈലിൽ നിങ്ങളല്ലേ വായിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ തന്നെ സെൽഫ് മാഡം, അതുപോലെ ലോക്കസ് ഓഫ് കൺട്രോൾ എക്സ്പെരിമെന്റ് ഇല്ലേ, അതിന്റെ ഈ ഫോർമാറ്റ് ഒന്ന് അയച്ചു തരുമോ? ഇത് അയച്ചു തരണോ അല്ലെ? ഇടാം കേട്ടോ, എല്ലാം ഇടാം, എല്ലാം ഇടും, എല്ലാത്തിന്റെ ഇട്ട് തരാം. ഇപ്പൊ ബ്രേക്ക് വരുമ്പോ എല്ലാം ഇട്ടേക്കാം. ഓക്കെ. എന്തെങ്കിലും ഈ രണ്ടെണ്ണത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിച്ചേ? അപ്പൊ മാം ഈ മെത്തേഡിലെ 2 പ്രൊഫൈലും നമ്മൾ തന്നെയാണ്?
മെത്തേഡില് 2 പ്രൊഫൈലിലും സെൽഫ് എന്ന് എഴുതിയാൽ മതി. മറ്റേതിനകത്ത് പാർട്ടിസിപ്പൻസ് പ്രൊഫൈലിന് കൊടുക്കുന്നതിനകത്ത് സെൽഫ് എന്ന് എഴുതിയാൽ മതി, വേറെ ഒന്നും എഴുതണ്ട. ഓക്കെ മാം. എക്സ്പെരിമെന്റർ നിങ്ങളല്ലല്ലോ, സോറി, എക്സ്പെരിമെന്റർ നിങ്ങളല്ലല്ലോ കണ്ടക്ട് ചെയ്തിരിക്കുന്ന. അവര് നിങ്ങൾക്ക് ആർട്ടിക്കിൾ തരുവല്ലേ ചെയ്തേ, പാർട്ടിസിപ്പന്റിലല്ലേ നിങ്ങൾ വരുന്നുള്ളൂ. അപ്പൊ നമ്മൾ അവിടെ എന്ത് എഴുതും? എക്സ്പെരിമെന്റേഴ്സ് പ്രൊഫൈലിൽ എന്ത് എഴുതും? എക്സ്പെരിമെന്റൽ പ്രൊഫൈലിൽ അവരുടെ അത് മാത്രം നോട്ട് ചെയ്ത് കാണിച്ചാൽ മതി എന്താന്നുള്ളത്. അവിടെ ഏജ് ഒന്നും വേണ്ട, എന്താന്നുള്ളത് മാത്രം കാണിച്ചാൽ മതി. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഓക്കെ മാം, താങ്ക് യു. ഇനി എന്തെങ്കിലും ഉണ്ടോ ഡൗട്ട്? ഇല്ല. എക്സ്പെരിമെന്റൽ പ്രൊഫൈൽ വേണമെന്നില്ല മോളെ, പാർട്ടിസിപ്പന്റ് മാത്രമായാലും മതി. കാണുന്നുണ്ട് ചോദിക്കുന്നത്. ഈ മൊബൈൽ എടുക്കാതെ ഇതിനകത്ത് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ടാണ് അത് എടുക്കാത്തതെന്ന് മറ്റേതിനകത്ത് നോക്കുന്നത് കേട്ടോ. ഇതിനകത്താകുമ്പോ എനിക്ക് കേൾക്കാൻ നിങ്ങൾ പറയണത്. എന്തെങ്കിലും ചോദിക്കാനുണ്ടെ ചോദിച്ചോളൂ, ഞാനിതിപ്പോ ഓഫ് ചെയ്യും. എന്തെങ്കിലും ഉണ്ടോ ഇത്ര നേരം പറഞ്ഞതില്? ഇല്ലെങ്കിൽ നമ്മൾ അടുത്തത് നോക്കും. ഓക്കെ മാം, ഒരു ഡൗട്ടും കൂടെ. ഈ റെഫറൻസിൽ എന്താ എഴുതേണ്ടത്? റൈറ്റ് ഇൻ APA ഫോർമാറ്റ് എന്ന് പറയുന്നുണ്ട്. റെഫറൻസിനകത്ത് കൊടുത്തിട്ടുണ്ടാവും മോളെ, അതിന്റെ താഴെ. അത് അങ്ങനെ തന്നെ എടുത്ത് എഴുതിയാൽ മതി. ഓക്കെ ഓക്കെ മാം. ഓക്കെ കേട്ടോ, ഞാൻ ഇതിന്ന് ലീവായി പോവാണേ. നെക്സ്റ്റ് ഹാലോ എഫക്റ്റ്. ഹാലോ എഫക്റ്റ് ആരുടെയും കയ്യിലുണ്ടെങ്കിൽ അതൊന്ന് ഇട്ടേ കോമൺ ഗ്രൂപ്പിലേക്ക്. ഹാലോ എഫക്റ്റ് എത്ര പേജ് ഉണ്ടെന്ന് അറിയാവോ? കുറച്ച് പേജുകളുണ്ട് ഹാലോ എഫക്റ്റിന്റെ. ഒരു ആർട്ടിക്കിൾ ആണ് തന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇത്തവണ. ഒരു വീഡിയോ ആണ് കാണാൻ പറഞ്ഞിരുന്നത് ഹാലോ എഫക്റ്റിന്റെ, പക്ഷെ പകരം തന്നിരിക്കുന്നത് ഒരു ആർട്ടിക്കിളാണ്. വീഡിയോ ഇല്ല, അവൈലബിൾ അല്ലാത്തത് കൊണ്ട്. ഇട്ടെന്ന് തോന്നുന്നു കേട്ടോ, ഇട്ടിട്ട് എപ്പോഴേ ആ ഒരു ആർട്ടിക്കിളാണ് നമുക്ക് തന്നിരിക്കുന്നത്. എന്നിട്ട് നമ്മളോട് അത് വായിച്ചിട്ട് എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നേ? നോക്കിയിട്ട് പറയാവേ ഇപ്പോഴേ. ഒരു 4 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതിന് മുമ്പ് ഞാൻ പറഞ്ഞു തരാം എന്തൊക്കെയാണെന്നുള്ളത്. ഹാലോ എഫക്റ്റിൻ്റെത് കേട്ടോ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇപ്പൊ ഒരു ആർട്ടിക്കിൾ കൊടുത്തിട്ട് അത് വായിച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഹാലോ എഫക്റ്റ് എന്ന് പറയുന്നത് സോഷ്യൽ സൈക്കോളജിയിലെ ആട്രിബ്യൂഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സോഷ്യൽ സൈക്കോളജിയിലെ ആട്രിബ്യൂഷൻ നമ്മളൊരു സാധാരണ ദിവസത്തില് നമ്മൾ സ്വന്തം പെരുമാറ്റത്തെ കുറിച്ചും ചുറ്റുമുള്ളവരുടെ പെരുമാറ്റത്തെ കുറിച്ചും ഒക്കെ ചിലപ്പോൾ ഇന്നിങ്ങനെ സ്വയം ചിന്തിക്കുന്നുണ്ടാവും, ഒരു ആട്രിബ്യൂഷൻ നടത്തുന്നുണ്ട്. ഇപ്പൊ നമ്മളൊരു എക്സാമിന് പങ്കെടുത്തു, നമുക്ക് വളരെ മാർക്ക് കുറഞ്ഞു പോയി. അപ്പൊ നമ്മൾ എന്ത് പറയും? അതാണ് ടീച്ചർ പഠിപ്പിച്ചത് മോശമായത് കൊണ്ടാണ്. അപ്പൊ നമ്മളോട് പേരൻസ് ചോദിക്കുകയാണ്, ബാക്കിയുള്ളവർക്ക് കൂടെ ഉണ്ടായിരുന്ന കുട്ടിക്ക് നല്ല മാർക്കുകളില്ലോ, അതെന്തുകൊണ്ടാണ്? അത് അവന്റെ ലക്ക് കൊണ്ടാണ്. അപ്പൊ അങ്ങനെ ചില ആട്രിബ്യൂഷനുകൾ നമ്മുടെ ജീവിതത്തിൽ നടത്തുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ കോഗ്നിറ്റീവ് ബയാസ് എന്നൊക്കെ പറയാം. അതേപോലെ നമ്മൾ ആട്രിബ്യൂഷൻസ് നടത്തുന്നുണ്ട് കേട്ടോ.
Then ഈ ആട്രിബ്യൂഷൻസ് ഇന്റർപേഴ്സണൽ ആട്രിബ്യൂഷൻ ഉണ്ട്. ഇന്റർപേഴ്സണൽ ആട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പിന്റെ ഉള്ളിൽ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ നമ്മളെ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നു. Then next one is predictive attribution. ചിലപ്പോൾ നമ്മൾ ചില സ്ഥലത്ത് പോകുമ്പോൾ ആ സ്ഥലം അത്ര നല്ലതല്ല, അതുകൊണ്ട് ഞാൻ സുരക്ഷിതമായിട്ട് നോക്കുന്നു എന്നെ തന്നെ, അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാർ അത്രയ്ക്ക് പോരാ, അപ്പൊ നമ്മൾ പ്രഡിക്റ്റീവ് ആയിട്ട് ആട്രിബ്യൂട്ട് ചെയ്യാണ്. Then next one എന്ന് പറയുന്നത് എക്സ്പ്ലനേറ്ററി ആട്രിബ്യൂഷൻ. എക്സ്പ്ലനേറ്ററി ആട്രിബ്യൂഷനിൽ ആൾക്കാരുടെ ഒരു സ്റ്റൈലുണ്ട്. ചിലര് ഓപ്റ്റിമിസ്റ്റിക് ആയിരിക്കും, ചിലര് പെസിമിസ്റ്റിക് ആയിരിക്കും, അതായത് പോസിറ്റീവും നെഗറ്റീവുമായിട്ട് പറയുന്നവരുണ്ടാകും. അപ്പം അവരെ നമ്മൾ എങ്ങനെയാണ് എക്സ്പ്ലനേറ്ററി ആയിട്ട് പറയുന്നുണ്ട്, ആ സ്റ്റൈലിനെ നമ്മൾ പറയുന്നുണ്ട്. ഓപ്റ്റിമിസ്റ്റിക് സ്റ്റൈലുള്ള ആട്രിബ്യൂട്ടേഴ്സും ഉണ്ട്, അതായത് പോസിറ്റീവ് ഇവന്റ്സ്, ഏതൊരു സംഭവം വന്നാലും അതിനെ പോസിറ്റീവായിട്ട് കാണുന്നവരുണ്ട്. അതേപോലെ തന്നെ ഏതൊരു സംഭവത്തെയും അതിൽ പോസിറ്റീവ് എന്തുണ്ടെങ്കിലും അതിനെ നെഗറ്റീവായിട്ട് മാത്രം കാണുന്ന വ്യക്തികളുമുണ്ട്. ഈ ഒരു ആട്രിബ്യൂഷനിൽ നിന്നാണ് നമ്മുടെ ഹാലോ എഫക്റ്റ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഹാലോ എഫക്റ്റ് എന്താണെന്ന് നോക്കാം. നിങ്ങൾ ഫസ്റ്റ് ഇയറിലെ എക്സാമിന്, എനിക്ക് തോന്നുന്നു എക്സാമിന്റെ തലേ ദിവസം പിള്ളേർ വിളിച്ചിരുന്നു, ഹാലോ എഫക്റ്റ് എന്താണെന്ന് ചോദിച്ചു. അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നാണ് എന്റെ മനസ്സിലുള്ളത്. അപ്പൊ ഹാലോ എഫക്റ്റിന്റെ ഒരു വീഡിയോ കാണാനായിരുന്നു നിങ്ങളോട് പറഞ്ഞിരുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇതിനകത്ത് ഈ ലിങ്കിൽ അവൈലബിൾ അല്ലെങ്കിലും നെറ്റിൽ കയറി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹാലോ എഫക്റ്റിന്റെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് നോക്കാം ഹാലോ എഫക്റ്റ് എന്താണെന്ന്. അതായത് ഒരു വ്യക്തിയെ കുറിച്ച് മൊത്തത്തിലുള്ള അവരെ കുറിച്ചുള്ള നമ്മളുടെ ഒരു പെർസെപ്ഷൻ, അവരുടെ ഏതെങ്കിലും ഒരു സ്വഭാവ വിശേഷത്തെ ആസ്പദമാക്കിക്കൊണ്ട് ആയിരിക്കും. അതായത് ഒരു കോഗ്നിറ്റീവ് ബയാസ് തന്നെയാണ് ഈ ഹാലോ എഫക്റ്റ് നടത്തുന്നത്. അവൻ നല്ലവനാണ്, അവൾ നല്ലവളാണ് എന്ന് നമ്മൾ പറയുമ്പോൾ ഏതോ ഒരു സ്വഭാവത്തെ മാത്രം നോക്കിയിട്ടാണ് നമ്മൾ ചിന്തിക്കുകയാണ്. ബാക്കി അവരുടെ ബാക്കി സ്വഭാവങ്ങളൊക്കെ നല്ലതാണ് എന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. അതിനാണ് ഹാലോ എഫക്റ്റ് എന്ന് പറയുന്നത്. ഈ സെലിബ്രിറ്റികളെ കുറിച്ചാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറയും അവർ വളരെ എല്ലാ കാര്യങ്ങളിലും വിജയിക്കുന്നവരാണ്, വളരെ ബുദ്ധിമാന്മാരാണ്. എന്ത് കണ്ടിട്ടാ നമ്മൾ പറയുന്നത്? അവരുടെ പറയുന്നത്. പക്ഷെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവര് ആ ഒരു ആദ്യം കാണുന്ന ഒരു ക്യാരക്ടറിനെ വെച്ചിട്ട് കേൾക്കുന്നില്ല, നോട്ട് ഓഡിയബിൾ എന്ന് കണ്ടു. കേൾക്കുന്നില്ലേ? മാം ഇപ്പോ ഓക്കെയാണ് മാം, മുമ്പേ സ്റ്റക്ക് ആയിരുന്നു. യെസ് ഓർ നോ എന്നൊന്ന് എഴുതിക്കേ മക്കളെ, കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടതല്ലേ? അപ്പം ഹലോ മാം കേൾക്കാം, ഇപ്പൊ കേൾക്കാം. കുറച്ചു നേരം മുമ്പ് സ്റ്റക്ക് ആയിരുന്നു. ഓക്കെ, കേൾക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഹാലോ എഫക്റ്റിന്റെ ചരിത്രം ഒന്നുകൂടി പറയാവേ. സൈക്കോളജിസ്റ്റ് ആയ എഡ്വേർഡ് തോണ്ടേക്ക് 1920 സൈക്കോളജിക്കൽ റേറ്റിംഗിന്റെ ഭാഗമായിട്ട്
പലപ്പോഴും സൈക്കോളജിക്കൽ റേറ്റിംഗിൽ മിസ്റ്റേക്ക് വരുന്നത് കണ്ടിട്ട് അദ്ദേഹം ഒരു പരീക്ഷണം നടത്തി. സൈന്യത്തിലെ കമാൻഡിംഗ് ഓഫീസർമാരോട് അവരുടെ കീഴിലുള്ള സൈനികരുടെ, അവരുടെ താഴെയുള്ള സൈനികരുടെ, അപ്പം ഓഫീസർമാരോടാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ, വൈവിധ്യമാർന്ന ഗുണങ്ങള് തോണ്ടയ്ക്ക് എന്താന്ന് പറയാം. അത് നേതൃത്വം, ശാരീരിക രൂപം, ബുദ്ധി, വിശ്വസ്തത, വിശ്വാസ്യത എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ട് കമാൻഡിംഗ് ഓഫീസേഴ്സിന് ഇവരെ അത്ര പരിചയമൊന്നും ഉണ്ടാകില്ല, താഴെയുള്ളവരെ. അപ്പൊ അവരെങ്ങനെയാണ് റേറ്റിംഗ് നടത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അവരെ കാണുന്ന ആ ഒരു ആദ്യത്തെ കാഴ്ചയിൽ എന്താണോ അവർക്ക് മനസ്സിലായിരിക്കുന്നത്, അല്ലെങ്കിൽ അവരോടുള്ള ഒരു പൊളൈറ്റ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് ആ ഒരു ഇത് വെച്ചിട്ട് അവര് റേറ്റിംഗ് നടത്തി. അപ്പൊ പരസ്പരം ബന്ധങ്ങള് വളരെ ഉയർന്നതായിരുന്നു എന്നാണ് അവിടെ തോണ്ടേക്ക് പറയുന്നത്. ബുദ്ധിശക്തി ഉണ്ട് എന്ന് അവര് ആളുടെ ഒരു പേഴ്സന്റെ ഒരു അവരെന്തോ എഴുതി വിടുന്നുണ്ട്, എന്താന്ന് നോക്കിയോണേ. ശാരീരിക ഇത് നോക്കിയിട്ട് ബുദ്ധിയും കൂടി ഉണ്ട് എന്നുള്ളത് പറയുന്നു എന്നുള്ളതാണ്. അപ്പൊ ഒരു പ്രത്യേക സ്വഭാവ സവിശേഷങ്ങളുള്ള ആളുകളെ ബാക്കിയൊക്കെ ഉണ്ട് എന്ന് ഹാലോ എഫക്ട് വഴി പറയുന്നു. നമ്മൾ പിന്നെ ഇത് കണ്ടിട്ടുണ്ട്, എന്താണ്, വിശുദ്ധരുടെ തലയ്ക്ക് ചുറ്റും ഒരു ഹോളി ലൈറ്റ് കണ്ടിട്ടുണ്ട്. അപ്പൊ അവർക്ക് എല്ലാ ഗുണങ്ങളും ഉള്ളതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതേപോലെ ഒരാളെ വരച്ചു വെച്ചിട്ട് അങ്ങനെ ഒരു നമ്മൾ ഓറ എന്നൊക്കെ പറയും, അതേ രീതിയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു ഹാലോ എഫക്റ്റ് ആണ്. ഇനി ഈ ഹാലോ എഫക്റ്റ് എഡ്യൂക്കേഷനിൽ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് വരുന്നുണ്ട്. ടീച്ചേഴ്സിനെ കുട്ടികളെ വിലയിരുത്തുന്നത് ചിലപ്പോഴൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ള ടീച്ചർ, നന്നായി ആകർഷകമായിട്ട് സംസാരിക്കുന്ന ടീച്ചർ, ഫ്രണ്ട്ലി ടീച്ചർ, പഠിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ടായിരിക്കില്ല കുട്ടികൾ പലപ്പോഴും ഞങ്ങളോട് ഫ്രണ്ട്ലി ആണ് എന്ന രീതിയിൽ. അപ്പം അങ്ങനെ വരുന്നതുണ്ട് ടീച്ചേഴ്സിനെ വിലയിരുത്തുന്നത്. പിന്നെ നമ്മള് ഇപ്പൊ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ക്ലാസ് റൂമാണ്, ഓഫ്ലൈൻ ക്ലാസ് റൂമാണ്. അപ്പം ഓഫ്ലൈനും ഓൺലൈനും തമ്മിലുള്ള ക്ലാസ് റൂമിന്റെ ഒരു വ്യത്യാസമുണ്ട്. ഓഫ്ലൈനിലായിരുന്നപ്പം ഒരുമാതിരി കാഴ്ചയിൽ ശരാശരിയേക്കാൾ ഉയർന്നതായി റേറ്റിംഗ് ഉണ്ടായിരുന്ന കുട്ടികള് അവർ വളരെ നന്നായിട്ട് പഠിച്ചിരുന്നു, നല്ല രീതിയിലായിരുന്നു. അത് ഓൺലൈനിലേക്ക് വന്നപ്പം അവരുടെ പഠന രീതി ശരാശരിയേക്കാൾ താഴെയായി. അതേസമയത്ത് ഒരു ആവറേജ് താഴെ നിന്നിരുന്ന കുട്ടികൾ അവരൊരു ആവറേജിലേക്ക് വരികയും ചെയ്തു. അപ്പൊ ഈ ഹാലോ എഫക്റ്റ് എല്ലാ കാര്യങ്ങളിലും ബാധിക്കുന്നുണ്ട്. അപ്പൊ ടീച്ചേഴ്സിന് കുട്ടികളോടുള്ളവരാണെങ്കിലും അധ്യാപകരെ, ഊഷ്മളമായിട്ടുള്ള ഫ്രണ്ട്ലി ആയിട്ടുള്ള അധ്യാപകരെ വേഗം ആകർഷിക്കപ്പെടുന്നുണ്ട്. അപ്പൊ അവർക്ക് ഇല്ലാത്ത ക്വാളിറ്റീസും കൂടി ഉള്ളതായിട്ട് വരുന്നു. ഇനി എവിടെ ഒരു ജോലി സ്ഥലത്താണേലും ഈ ഒരു ഹാലോ എഫക്റ്റിന്റെ പ്രഭാവം വരുന്നുണ്ട്. അപ്പം അതൊരു കഴിഞ്ഞ ദിവസം എന്നോട് ക്ലാസ്സിൽ ചോദിച്ചു, ഇതൊരു സ്ഥാപനത്തെയും ബാധിക്കുമോന്ന്. ശരിക്കും ബാധിക്കുന്നുണ്ട്. ഹാലോ എഫക്റ്റ് ഒരു സ്ഥാപനത്തെയും ബാധിക്കുന്നുണ്ട്, വ്യക്തിയെ മാത്രമല്ല. പലപ്പോഴും അതിനുള്ളിൽ ആൾക്കാരാണല്ലോ ഉള്ളത്. അപ്പം ശാരീരിക ആകർഷണം ഒരു വ്യക്തിയുടെ ആത്മവിശ്വാസത്തെ മാത്രമല്ല, അവരുടെ മൊത്തത്തിലുള്ള വരുമാനത്തെയും സാമ്പത്തിക ക്ഷേമത്തെയും അതേപോലെ തന്നെ ആ ഒരു ഹാലോ എഫക്റ്റിനെയും ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ഒരു ജോലിക്ക് അപേക്ഷിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോകുമ്പോൾ ആളെ കാണുമ്പോൾ പെട്ടെന്നൊരു വിലയിരുത്തലുകൾ വരുന്നുണ്ട്. അപ്പൊ കാണാൻ നല്ല ഒരാളാണെങ്കിൽ അയാൾക്ക് ബുദ്ധിയും കഴിവും ഉള്ളതായിട്ട് ഒരു ചിന്ത വരുന്നതായിട്ട് കേട്ടോ. ഹാലോ എഫക്റ്റ് എല്ലാം ശരിയാവണമെന്നില്ലേ. ഇതേപോലെ ഓരോ ഉൽപ്പന്നങ്ങളിലും അങ്ങനെ ഹാലോ എഫക്റ്റ് എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത്. ഇനി നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ ഹാലോ എഫക്റ്റിന്റെ ഒരു അത് തന്നിട്ടുണ്ട്. അത് വായിച്ചിട്ട് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്, ആദ്യം കാണാനാണ്, വീഡിയോ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. Then how is halo effect being used to one's advantage? അതാണ് ഒരു ക്വസ്റ്റ്യൻ. Then find the application and common uses of halo effect. Is there a relationship between learned behavior and halo effect? ഈ 3 ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം? ആ റിപ്പോർട്ട് വായിച്ചിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ റിപ്പോർട്ട് തയ്യാറാക്കണം എന്നുള്ളതാണ്. എന്തെങ്കിലും മനസ്സിലായോ? സൈക്കോളജിക്കൽ ടെസ്റ്റ് ഒന്നുമല്ല, പക്ഷെ ഹാലോ എഫക്റ്റ് എന്താണ് എന്നും അത് എവിടുന്ന് വന്നു എന്നും നോക്കണം. ഞാൻ ഇട്ട് തരാം എപ്പോഴേ, എന്നിട്ട് നമുക്കൊന്ന് നോക്കാം. ഒരു സെക്കൻഡ് ഇപ്പൊ ഇട്ട് തരാം കേട്ടോ.
നമുക്ക് ലോക്കസ് ഓഫ് കൺട്രോൾ വന്നിട്ടുണ്ടോ നോക്കുക, ഹാലോ എഫക്ട് വന്നിട്ടുണ്ടോ നോക്ക്. ഗ്രൂപ്പിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. വന്നോന്ന് നോക്കിക്കേ മക്കളെ. വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. അതിന്റെ ലാസ്റ്റ് ഹാലോ എഫക്റ്റിന്റെ ലാസ്റ്റ് പേജിൽ ആ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ദെൻ യു നീഡ് ടു പ്രിപ്പയർ എ റിപ്പോർട്ട് ബേസ്ഡ് ഓൺ ദി എബവ് എക്സ്പെരിമെന്റ് ഓൺ ഹാലോ എഫക്ട് എന്നാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അത് വായിച്ചു നോക്കുകയും അതിന്റെ ആൻസർ ചെയ്യുകയും ചെയ്യേണ്ടത് നിങ്ങളാണ്. ഇനി ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ. അത് കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞേ നിങ്ങൾക്ക് ഞാൻ അയച്ചു തന്നു. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൈക്കോളജിക്കൽ ടെസ്റ്റ്. സമയം കളയരുത്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൈക്കോളജിക്കൽ ടെസ്റ്റ് ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെച്ചോളൂ. അതിനകത്ത് വരുന്നതൊക്കെ അത് നോട്ട്സിൽ തന്നിട്ടില്ല കേട്ടോ. നിങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്തോളൂ. ഒന്ന് റിലയബിലിറ്റി, അതിന്റെ അണ്ടറിൽ റിലയബിലിറ്റി എന്ന് എഴുതിയിട്ട് അണ്ടർലൈൻ ചെയ്യുക. അതിന്റെ താഴെ വരുന്നത് ടെസ്റ്റ് റീടെസ്റ്റ് മെത്തേഡ്. ടെസ്റ്റ് റീടെസ്റ്റ് മെത്തേഡ് കേൾക്കുന്നില്ലെങ്കിൽ ഇവിടെ എഴുതി വെക്കുക കേട്ടോ. എനിക്ക് ജസ്റ്റ് അങ്ങനെ കാണത്തില്ല ശരിക്കും. റിലയബിലിറ്റി, അതിന്റെ താഴെ ഫസ്റ്റ് വൺ ടെസ്റ്റ് റീടെസ്റ്റ് മെത്തേഡ്. 2 ആൾട്ടർനേറ്റ് ഓർ പാരലൽ ഫോംസ് ഓഫ് മെത്തേഡ്. ആൾട്ടർനേറ്റ് ഓർ പാരലൽ ഫോംസ് ഓഫ് മെത്തേഡ്. മൂന്നാമത് സ്പ്ലിറ്റ് ഹാഫ് മെത്തേഡ്. SPLIT, സ്പ്ലിറ്റ് ഹാഫ് മെത്തേഡ്. സ്പ്ലിറ്റ് ഹാഫ് മെത്തേഡ്. അടുത്തത് ദ മെത്തേഡ് ഓഫ് റാഷണൽ ഈക്വലൻസ്. ദ മെത്തേഡ് ഓഫ് റാഷണൽ ഈക്വലൻസ്. ഇനി വാലിഡിറ്റിയെ നെക്സ്റ്റ് ടെറ്റിലെ വാലിഡിറ്റി. വാലിഡിറ്റിയുടെ താഴെ എഴുതുക കണ്ടന്റ് വാലിഡിറ്റി, ഫേസ് വാലിഡിറ്റി, predictive validity, concurrent validity, concurrent validity, construct validity, synthetic validity, construct validity, synthetic validity, operation validity, factorial validity. Operation validity.
ഹലോ, കേൾക്കുന്നുണ്ടല്ലേ? അത് പോയി, അതിന്റെ കണക്ഷൻ പോയി. അടുത്ത കണക്ഷൻ എടുത്തതാണ് കേട്ടോ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ, അത് കണക്ഷൻ പോയതായിരുന്നു കേട്ടോ. കണക്ഷൻ പോകുമ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചോളാൻ പറഞ്ഞായിരുന്നു, പക്ഷെ നിങ്ങൾ ആരും സംസാരിക്കുന്നില്ലല്ലോ. ഓക്കെ, നമുക്ക് നോക്കാമേ. നിങ്ങളോട് ഇപ്പൊ ഒരു ടെസ്റ്റ് നിങ്ങൾ ആദ്യം രാവിലെ ടെസ്റ്റ് ചെയ്തു, ലോക്കസ് ഓഫ് കൺട്രോൾ. അപ്പൊ ലോക്കസ് ഓഫ് കൺട്രോളിനകത്ത് റിയലബിലിറ്റി ഉണ്ട്, വാലിഡിറ്റി ഉണ്ട്. അപ്പൊ അതിനകത്ത് റിയലബിലിറ്റി വരുമ്പം എക്സ്റ്റേണൽ വരുന്ന ആള് റിയലബിലിറ്റി എത്രയാണെന്ന് ചോദിക്കും നിങ്ങളോട്. അതിനകത്ത് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ആ ടെസ്റ്റിന്റെ റിയലബിലിറ്റി. അപ്പൊ അത് ചോദിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ പറയാൻ, ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞെന്നില്ലെത്തിക്കാം. പക്ഷെ ഉടനടി അടുത്ത ക്വസ്റ്റ്യൻ വരും, റിയലബിലിറ്റി എന്താണ് എന്ന്. അപ്പൊ റിയലബിലിറ്റി എന്താണെന്ന് അറിയണം. അതുപോലെ തന്നെ റിയലബിലിറ്റിക്കുള്ളിൽ ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ളത് അറിയണം. അപ്പൊ ആള് ചോദിക്കുകയാണ് സ്പിരിറ്റ് ഹാഫ് മെത്തേഡ് എന്താ എന്ന് ചോദിച്ചാൽ അപ്പൊ പറയാൻ അറിയണം. സ്പിരിറ്റ് ഹാഫ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു 100 പേരെ വെച്ചിട്ടാണ് ഒരു ടെസ്റ്റ് ചെയ്തതെന്ന് വിചാരിക്കാം. നമ്മൾ റിസർച്ച് ഒക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നതാണ്. 100 പേരുണ്ടെങ്കിൽ ആ 100 പേരെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ സെക്കൻഡ് താഴോട്ട് പോയ ഓക്കെ, 100 പേരെ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കിപ്പോ നമ്മള് ഡിപ്രഷന്റെ ഒരു സ്കെയിൽ ചെയ്തു, 100 പേരെ വെച്ച് ചെയ്തു, ഒരു ആൻസർ കിട്ടി. നമുക്ക് ഇത്രയാണ്, ഇത്ര ലെവലാണ് ഡിപ്രഷൻ എന്ന് കിട്ടി. അത് നിങ്ങളോട് 50 പേരെ വെച്ച് ചെയ്താലും നിങ്ങൾക്ക് അതേ എന്താണോ 100 പേരിൽ വെച്ച് ചെയ്തത് അത് തന്നെ വേണം 50 പേരെ വെച്ച് ചെയ്യുമ്പോഴും കിട്ടണ്ടേ. അതിനാണ് സ്പിരിറ്റ് ഹാഫ് മെത്തേഡ് എന്ന് പറയുന്നത്. അതേപോലെ ഓരോന്നും എന്താണ് എന്നുള്ളത് നിങ്ങളോട് ചോദിക്കും. നിങ്ങൾ തിയറി പഠിച്ചവരാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് വോയിസ് മെസ്സേജ് വിട്ടുകൊള്ളുക കേട്ടോ. നെക്സ്റ്റ് ചോദിക്കും വാലിഡിറ്റി എന്താണെന്ന്. വാലിഡിറ്റി ചോദിക്കുമ്പോഴും നിങ്ങൾക്ക് പറയാൻ കിട്ടണം വാലിഡിറ്റി എന്താണെന്നുള്ളത്. ഏതൊരു ഡിഗ്രിയിലാണ് നമ്മൾ ചെയ്തത്, ആ ഒരു സമയത്ത് ചെയ്തപ്പോൾ അതിന് ഒരു ക്രൈറ്റീരിയ ഉണ്ട് നമുക്ക്. ആ ഒരു ക്രൈറ്റീരിയയിൽ നമുക്ക് വാലിഡിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ പറയണം. പിന്നെ ഏതൊക്കെ വാലിഡിറ്റി ഉണ്ട്, വാലിഡിറ്റിയുമായി ബന്ധപ്പെട്ട ഏത് ക്വസ്റ്റ്യനും എക്സ്റ്റേണലിന് ചോദിക്കാവുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് ഒബ്ജക്ടിവിറ്റി എന്ന് പറയുമ്പോൾ അത് എക്സ്പെരിമെന്റർ അല്ലെങ്കിൽ റിസർച്ചർ ആണ് ഇത് സ്കോർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്കോർ ചെയ്യുമ്പോഴും സബ്ജക്ടിവിറ്റി അല്ല വരുന്നത്, ഒബ്ജക്ടിവിറ്റി ആണ് വരുന്നത്. സ്കോറിംഗ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നോമാണ്. നോംസ് എന്ന് പറയുമ്പോൾ ഏതൊരു സൈക്കോളജിക്കൽ ടെസ്റ്റ് ആണെങ്കിലും അതിനൊരു ഇന്ന ഏജിന് ചെയ്യാനുള്ളതാണ് എന്നുള്ളത് അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ അതിന്റെ ഒരു ഗ്രേഡ് ഉണ്ട്, പേഴ്സൻറ്റേജ് റാങ്ക് ഉണ്ട്, സ്റ്റാൻഡേർഡ് സ്കോർ ഉണ്ട്. അപ്പം നോംസ് ഉണ്ടാവും. അവ റിയലബിലിറ്റി ഉണ്ട്, വാലിഡിറ്റി ഉണ്ട്, ഒബ്ജക്ടിവിറ്റി ഉണ്ട്, നോംസ് ഉണ്ട്. ഇത്രയും ആയെങ്കിൽ അത് സ്റ്റാൻഡേർഡൈസ്ഡ് ടൂൾ ആയിരിക്കും എന്നുള്ളത് ഓർക്കുക കേട്ടോ. ഇത്ര ഓർത്തിരിക്കണേ. നെക്സ്റ്റ് എഴുതി വെച്ചോളുവേ. സൈക്കോളജിക്കൽ ടെസ്റ്റ് കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ടൈപ്സ് ഓഫ് സൈക്കോളജിക്കൽ ടെസ്റ്റസ്. ക്യാരക്ടറിസ്റ്റിക്സ് എന്തിന്റെ ആയിരുന്നു പറയോ? റിലയബിലിറ്റി, വാലിഡിറ്റി, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൈക്കോളജിക്കൽ ടെസ്റ്റസ്. നേച്ചർ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൈക്കോളജിക്കൽ ടെസ്റ്റസ് ആണ് ആ 5 എണ്ണം. ആ 5 എണ്ണത്തില് റിലയബിലിറ്റിയും വാലിഡിറ്റിയും വീണ്ടും സബ് ഹെഡിങ്സ് ഉണ്ട്. സബ് ഹെഡിങ്സ് ഞാൻ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് കേട്ടോ. ഇനി അടുത്തത് ടൈപ്സ് ഓഫ് സൈക്കോളജിക്കൽ ടെസ്റ്റസ്. ഫസ്റ്റ് വൺ ടൈപ്പ് ഓഫ് ബിഹേവിയർ മെഷേർഡ്. Then 2 അച്ചീവ്മെന്റ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. 3 പേപ്പർ ആൻഡ് പെൻസിൽ ടെസ്റ്റസ് ആൻഡ് പെർഫോമൻസ് ടെസ്റ്റസ്. പേപ്പർ ആൻഡ് പെൻസിൽ ടെസ്റ്റസ് ആൻഡ് പെർഫോമൻസ് ടെസ്റ്റസ്. അറിയാലോ അല്ലെ? പേപ്പർ പെൻസിൽ ടെസ്റ്റ്, പെർഫോമൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിക്ചർ ചെയ്യിപ്പിക്കുക, ബ്ലോക്സ് ഉണ്ടാക്കിപ്പിക്കുക, മെക്കാനിക്കൽ അപ്പാരറ്റസ് യൂസ് ചെയ്യിപ്പിക്കുക, അങ്ങനെയുള്ളതൊക്കെയാണ് പെർഫോമൻസ് ടെസ്റ്റ് കേട്ടോ. ദെൻ സ്പീഡ് ആൻഡ് പവർ ടെസ്റ്റസ്. സ്പീഡ് എന്ന് പറയുമ്പം ഇത്ര ടൈം ലിമിറ്റിനുള്ളിൽ ഇത് ചെയ്തിരിക്കണം.
ദെൻ പവർ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ പെർഫെക്ഷൻ. ഇത് രണ്ടും കൂടി ഉൾക്കൊള്ളിച്ചും വരാറുണ്ട് കേട്ടോ ചിലത്. സ്പീഡ് ആൻഡ് പവർ ടെസ്റ്റസ്. ഓക്കെ. ദെൻ ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ടെസ്റ്റസ്. സെക്കൻഡ് വൺ അച്ചീവ്മെന്റ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റസ്. ആപ്റ്റിറ്റ്യൂഡ് AP. മൂന്നാമത് പേപ്പർ ആൻഡ് പെൻസിൽ ടെസ്റ്റസ് ആൻഡ് പെർഫോമൻസ് ടെസ്റ്റ്. പേപ്പർ ആൻഡ് പെൻസിൽ ടെസ്റ്റസ് ആൻഡ് പെർഫോമൻസ് ടെസ്റ്റ്. Then speed and power tests. സ്പീഡ് എന്ന് പറയുമ്പോൾ ടൈം ലിമിറ്റ് ഉണ്ട്, ടൈം തന്നിട്ടുണ്ടാവും. പവർ ടെസ്റ്റ് പെർഫെക്ഷൻ ഉണ്ടാവണം, ടൈം പറയുന്നില്ല. Then individual and group tests. ലാംഗ്വേജ് ആൻഡ് നോൺ ലാംഗ്വേജ് ടെസ്റ്റസ്. അതായത് വെർബൽ ആൻഡ് നോൺ വെർബൽ ടെസ്റ്റസ്. ലാംഗ്വേജ് ആൻഡ് നോൺ ലാംഗ്വേജ് ടെസ്റ്റസ്. വെർബൽ ഓർ നോൺ വെർബൽ എന്ന് കേട്ടോ. ഓക്കെ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഹെഡിങ് ക്ലാസിഫിക്കേഷൻ ഓഫ് ടെസ്റ്റസ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ടെസ്റ്റസ്. Yes, aptitude or potential ability tests. Aptitude or potential ability tests. Classification of test. First one, aptitude or potential ability tests. Second, mental or intelligence tests. അടുത്തത് മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റസ്. സൈക്കോമോട്ടോർ ഓർ സ്കിൽസ് ടെസ്റ്റസ്. സ്കിൽസ്. അടുത്തത് അച്ചീവ്മെന്റ് ടെസ്റ്റസ്. പേഴ്സണാലിറ്റി ടെസ്റ്റസ്. ഒബ്ജക്റ്റീവ് ടെസ്റ്റസ്. ഒബ്ജക്റ്റീവ് ടെസ്റ്റസ് എന്ന് പറയുമ്പോൾ ടു മെഷർ ന്യൂറോട്ടിക് ടെൻഡൻസീസ്, സെൽഫ് സഫിഷ്യൻസി, ഡോമിനൻസ്, സബ്മിഷൻ, സെൽഫ് കോൺഫിഡൻസ്, അങ്ങനെയൊക്കെ ഉള്ളത് കേട്ടോ ഒബ്ജക്റ്റീവ് ടെസ്റ്റസ്. പ്രൊജക്റ്റീവ് ടെസ്റ്റസ്. പ്രൊജക്റ്റീവ് ടെസ്റ്റസ്. ഇപ്പൊ മെസ്സേജ് ഇട്ടാൽ എനിക്ക് കാണത്തില്ല കേട്ടോ വാട്സാപ്പിലെ. പ്രൊജക്റ്റീവ് ടെസ്റ്റസ്. പ്രൊജക്റ്റീവ് ടെസ്റ്റസ് എന്ന് പറയുമ്പം എന്താ പറയാ, നമ്മുടെ ഇന്നർ ഫീലിങ്സ്, പേഴ്സണാലിറ്റിയിലെ നമ്മുടെ ഇന്നർ ഫീലിങ്സ്, വാല്യൂസ്, മോട്ടീവ്സ്, അങ്ങനെയൊക്കെ ഉള്ളത് കേട്ടോ. അതിന് എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ റോഷേഴ്സ് ഇൻകുബ്ലോട്ട് ടെസ്റ്റ്, തീമാറ്റിക് അപ്രീസിയേഷൻ ടെസ്റ്റ്, അങ്ങനെയുള്ളത് വരുന്നു. Then next one, interest tests. Interest tests. ഓക്കെ. ഇനി രാവിലത്തെ സെക്ഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിച്ചേ.
മാഡം ഇപ്പൊ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൈക്കോളജിക്കൽ ടെസ്റ്റ് ഇത് പറഞ്ഞത് വൈവയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണത്? യെസ് പഠിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്, വൈവയ്ക്ക് പഠിക്കാൻ. വൈവ എവിടുന്ന് വേണേലും ചോദിക്കാം, ഇതുമായി റിലേറ്റഡ് ആയിട്ട് എന്തും ചോദിക്കാം. ഇപ്പൊ രാവിലത്തെ ആണെങ്കിൽ പേഴ്സണാലിറ്റി ഡയമെൻഷൻസ് ചോദിക്കാം, ലോക്കസ് ഓഫ് കൺട്രോൾ ചോദിക്കാം, ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ, എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ, അതിനകത്ത് വരുന്നതാണ് അതിന്റെ വാലിഡിറ്റി, റിലയബിലിറ്റി, നോംസ് ഒക്കെ ചോദിക്കാം. അപ്പൊ അതിനകത്ത് എത്ര ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അതിൽ ഏതൊക്കെ, അത് എപ്പോഴും പോവാണല്ലോ, പോയില്ലല്ലോ. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ട്രൂ, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഫാൾസ്, ഇതൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പൊ നോംസിൽ വന്നിട്ട് അതൊക്കെ വരുന്നു. ഇടയ്ക്കിടയ്ക്ക് താഴെ പോണാണ്. മാം ഈ വൈവ ഒക്കെ എന്നത്തേക്കായിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്? അത് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാം എന്ന് പറയുന്നതാണ് മോളെ. അതിനിപ്പോ ചിലപ്പോ 1 മാസം കൂടി കഴിയുമായിരിക്കും കേട്ടോ. നിങ്ങളിതെല്ലാം വെച്ച് ഞങ്ങളിതൊക്കെ നോക്കി കൊടുത്തതിന് ശേഷമാണ്. നിങ്ങൾ റിപ്പോർട്ട് എഴുതുമ്പം എപ്പോഴും ഒരെണ്ണം നിങ്ങളുടെ കയ്യിലുണ്ടാവും. റഫ് കോപ്പി, ഫെയർ കോപ്പി നിങ്ങൾ യൂണിവേഴ്സിറ്റിക്ക് വെക്കും. അത് തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷ വെക്കരുത്. റഫ് കോപ്പി കയ്യിലുണ്ടാവണം. ഒന്നാമത്തെ ഈ കോവിഡിന്റെ ഒരു സമയമായ കാരണം അത് പെട്ടെന്ന് തിരിച്ചു കിട്ടുമെന്നൊന്നും വിചാരിച്ച് അത് കിട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് പഠിക്കാനെന്നൊന്നും വിചാരിക്കരുത്. എന്ത് വെക്കുന്നോ അതിന്റെ കോപ്പി കയ്യിലുണ്ടാവണം കേട്ടോ. ഓക്കെ മാം. ഇനി ഞാൻ ബാക്കി പറഞ്ഞോട്ടെ, സമയം കളയണ്ട. ഇനി സമയം ആകുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ അടുത്തത് പറയാം. നിങ്ങൾ ബാക്കി എന്തെങ്കിലും റിമൈനിങ് ഉണ്ടെങ്കിൽ നമുക്ക് ഉച്ച കഴിഞ്ഞത്തെ സെക്ഷനിൽ പറയാം കേട്ടോ. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാല്, ഉച്ച കഴിഞ്ഞ് വരുമ്പോൾ ബോബോ ഡോള് കണ്ടിട്ട് വരണം. ബോബോ ഡോളിന്റെ എക്സ്പെരിമെന്റ് കണ്ടിട്ട് വരണം. ലിങ്ക് ആരെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കണേ. അറിയോ ലിങ്ക്? MBCL 007 എന്നും പറഞ്ഞൊരു സാധനം നിങ്ങൾക്ക് ഇട്ട് തന്നിട്ടുണ്ട്. രാവിലെ കോമൺ ആയിട്ട് ഇട്ടിട്ടുണ്ടാവും. അതിനകത്ത് ബോബോ ഡോളിന്റെ എക്സ്പെരിമെന്റ് ആദ്യത്തേതാണ്. അപ്പൊ ആ എക്സ്പെരിമെന്റ് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വരണം. യെസ് പറയൂ മക്കളെ, യെസ് പറയൂ, കണ്ടിട്ട് വരുമെന്ന്. അതിന്റെ ലിങ്ക് ഓൾറെഡി കണ്ടു അത്. ഓക്കെ. ഇനി അടുത്തത് ചെയ്യേണ്ടത് സിസ്റ്റീൻ പി എഫിൻ്റെത് നിങ്ങൾ ചെയ്തിട്ട് വരണം. ആ ലിങ്കിൽ കയറി മക്കൾ, അതിനകത്ത് ലിങ്കിൽ കയറി സിസ്റ്റീൻ പി എഫിന്റെ 164 ക്വസ്റ്റ്യൻ ഉണ്ട്. അത് അതിടയ്ക്ക് പോകുന്നതാണ്. 124 ക്വസ്റ്റ്യനും മാർക്ക് തന്നിരിക്കുന്നത്
0 മുതൽ 4 വരെയാണ്. അപ്പൊ 16 ഐറ്റംസിനും നിങ്ങൾക്ക് 0 മുതൽ 4 എവിടെയെങ്കിലും മാർക്ക് കിട്ടിയിട്ടുണ്ടാവും, ആ ഓരോ ഐറ്റംസിനും. അപ്പൊ 16 ഐറ്റമില് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് നിങ്ങൾ എഴുതിക്കൊണ്ടുവരണം. ഓക്കെ, 16 ഐറ്റത്തിനും 0 മുതൽ 4 വരെ ഓരോന്നിനും നിങ്ങൾക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ടാകും. ഇപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റിന് 2 മാർക്ക് കിട്ടി, രണ്ടാമത്തേന് 3 മാർക്ക് കിട്ടി, മൂന്നാമത്തേന് 0 കിട്ടി, അങ്ങനെ നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നുണ്ടാവും. ആ മാർക്ക് ഒരു A4 ഷീറ്റിൽ എഴുതിക്കൊണ്ട് വന്നിട്ട് വേണം ക്ലാസ്സിലിരിക്കാൻ. ഓക്കെ, അത് പ്രിന്റ് എടുക്കുകയൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ അതിനകത്ത് തന്നെ കേറിയിട്ട് ചെയ്യണം. സമ്മതിച്ചോ? ഓക്കെ മാം. ഓക്കെ. മാം എക്സ്ക്യൂസ് മീ മാം, അതൊരു യൂട്യൂബ് ലിങ്ക് അല്ല, അതിന്റെ അകത്ത് ലിങ്ക് വേറെ ഉണ്ടോ? ഓക്കെ മാം. അതിനകത്ത് ലിങ്ക് ഉണ്ട്. മറ്റേത് ഒരെണ്ണം യൂട്യൂബിലാണ് കിടക്കുന്നത്, എന്ന് വെച്ചാൽ ലിങ്ക് പോകുന്ന യൂട്യൂബിലേക്കാണ്. 16 BFന്റെ ലിങ്ക് ക്വസ്റ്റ്യനെയർ നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റും. ഞങ്ങളൊക്കെ ചെയ്ത് നോക്കിയതാണ്, നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ചെയ്ത് നോക്കി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ റിസൾട്ട് കിട്ടും. ആ റിസൾട്ട് നിങ്ങൾ എഴുതിയെടുത്തോണ്ട് വരണം, എന്നാലേ എനിക്ക് അതിന്റെ ബാക്കി പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. ക്വസ്റ്റ്യനെയറിന്റെ ലിങ്ക് ഉണ്ടോ? ക്വസ്റ്റ്യനെയറിന്റെ ലിങ്ക് ക്വസ്റ്റ്യനെയറിന്റെ ലിങ്ക് ഉണ്ട്. അതിനകത്തിരുന്ന് നമുക്ക് ടിക്ക് ചെയ്യാം. ഓരോന്ന് 164 ക്വസ്റ്റ്യനും നമുക്ക് അതിനകത്ത് ടിക്ക് ചെയ്യാം. ടിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവര് നമ്മളുടെ റിസൾട്ട് നമുക്ക് എന്തോന്ന് എനിക്ക് മനസ്സിലായില്ല. എനിവേ ഞാൻ പറഞ്ഞത് നിങ്ങൾ ചെയ്യാം. അതിനകത്ത് കയറി 164 ക്വസ്റ്റ്യനും കയറിയിട്ട് അതിനകത്ത് തന്നെ കയറി ടിക്ക് ചെയ്ത് അതിന്റെ ആൻസർ എടുത്തിട്ട് വേണം വരാൻ. നിങ്ങൾക്ക് എത്രയാണ് ആൻസർ കിട്ടിയിരിക്കുന്നതെന്ന് വെച്ചാൽ അത് കൊണ്ടുവരണം അടുത്ത ട്രിപ്പ് ക്ലാസ്സിൽ വരുമ്പോ. എല്ലാവരും മൊബൈൽ ചാർജ് ചെയ്തിട്ട് വേണം വരാൻ കേട്ടോ. ഓക്കെ, ഓക്കെ ആണോ? നെക്സ്റ്റ് സെഷൻ 2 PM അല്ലേ? 2 PM ഇതേ ലിങ്കിൽ തന്നെ കയറിക്കോടുക കേട്ടോ. ചോറൊക്കെ ഉണ്ടിട്ട് പോകുന്നു. ബൈ ബൈ. താങ്ക് യു മാം.